സത്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന് എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ കുറച്ചധികം ആവശ്യമാണ് എന്ന അഭിപ്രായം എനിക്കുമില്ലാതില്ല. കാരണം മതം അപ്രസക്തമാണ് എന്ന് തെളിയിക്കാനായി ബോധപൂർവമായ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അതിൻ്റെ ഏകദേശം ആ ഒരു പ്രൊജക്റ്റിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇത്തരമൊരു അജണ്ടയുമായി ലോകത്തിലെ ചില ശക്തികൾ, ചില ആളുകൾ, ചില വ്യക്തികളും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ സംഘടന അല്ലെങ്കിൽ ഒരു വലിയ സംഘം നിലവിലുള്ള മതങ്ങളെ അപ്രസക്തമാക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട് അവർ എടുത്തുദ്ദേശിച്ച മതങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി ഇസ്ലാമിനെയാണ്. കാരണം ഇസ്ലാമിൻ്റേതായ ഒരുപാട് പ്രത്യേകതകൾ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നതിനേക്കാൾ അപ്പുറം സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അതാണ് വിഷയം കൊണ്ടുവരിക. ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റേതായ ഒരു തത്വസംഹിതയുണ്ട്, ഒരു ഗ്രന്ഥാധിഷ്ഠിതമായ അല്ലെങ്കിൽ നിയമാനുഷ്ഠിതമായ ഒരു വ്യവസ്ഥയുണ്ട്. അതിൽ മതമെന്ന നിലയിൽ അതിനെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിനൊരു സാമൂഹിക കാഴ്ചപ്പാടുമുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സക്കാത്ത്, സദക്ക പോലുള്ള വിനിയോഗ മാർഗങ്ങളെ ധനസമ്പാദനവും അതിനുശേഷം സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതുമായ ഘടകങ്ങളെക്കുറിച്ച് ഏറ്റവും കൃത്യമായും ഏറ്റവും സ്ഥൂലവുമായും ഒക്കെ പറയപ്പെട്ട ഒരു സംഹിത ഇസ്ലാമിനുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഒരു ബാങ്ക് തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ബാങ്ക് ആയിരിക്കുമെന്നാണ്. അങ്ങനെയുള്ള ചില പദ്ധതികളൊക്കെ കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയതായിട്ടും അത് വിജയിച്ചോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊക്കെ തുടങ്ങിയതായും അത്തരം ചിന്തകൾ നടക്കുന്നതായും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുള്ള, ഇങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തതകളുള്ള, യുണീക്നെസ് ഉള്ള ഇസ്ലാമിനെയാണ് ആദ്യമായി തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടത്. രണ്ടാമതായി ലോകത്തിലെ തന്നെ ഏറ്റവും ആളുകൾ പിന്തുടരുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും ആളുകൾ ജനസംഖ്യാപരമായി പിന്തുടരുന്ന മതമാണ് ക്രിസ്തു മതം. അതുകൊണ്ട് തന്നെ സാധാരണ ഒരുപാട് ആളുകളുടെ സെന്റിമെന്റ്സ്, ഒരുപാട് റിലീജിയസ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ തകർച്ചയോടൊപ്പം ക്രിസ്തു മതത്തിൻ്റെ തകർച്ചയും പൂർണ്ണമാക്കണം. പിന്നീട് മറ്റനേകം മതങ്ങൾ പറയാനുണ്ടെങ്കിലും പിന്നീട് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടൊരു മതമാണ് ഹിന്ദുമതം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയും മതേതര കാഴ്ചപ്പാടോടുകൂടി ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ, അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥമായ ആ സൗരഭ്യം അല്ലെങ്കിൽ അതിൻ്റെ പഠിപ്പിക്കലുകൾ പുലർന്നാൽ ഒരു പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചേക്കാവുന്ന ഇന്ത്യക്ക്, ഞാനീ പറയുന്നൊരു 100 കൊല്ലം മുമ്പുള്ള ചർച്ചകളാണ്. അന്ന് ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. നമുക്ക് 60-70 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. ഏകദേശം 70-നോടടുത്ത കൊല്ലങ്ങളെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെയും ഏകദേശം 30, 35, 40 വർഷം മുമ്പാണ് ഈ ചർച്ചകൾ നടക്കുന്നത്.
കൃത്യമായ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു തത്വസംഹിതകളുടെ ഭാരതീയ അധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു സംഹിത ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി, മതേതര രാഷ്ട്രമായി, വലിയ ഒരു ഒരു മാതൃകയായി ഇന്ത്യ മാറുമെന്ന ഭയമുള്ളവരായിരുന്നു അവർ. ഇവിടെയാണ് ഇന്നത്തെ ഈ ഒരു വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ആരൊക്കെ കൃത്യമായി ഫണ്ടിറക്കി ഇതിനെ നശിപ്പിക്കാൻ ഒരു പദ്ധതി ഇട്ടോ അവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശങ്ങളാണ് ഇവിടെയൊക്കെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതിലൂടെ? മതങ്ങളിൽ തന്നെയുള്ള സ്പർദ്ധകളുടെ രൂപത്തിൽ. അതായിരുന്നു ഏറ്റവും നല്ലത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ആൾക്കാർക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഇത് ലൈവിലൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മൊബൈലിലൊക്കെ പിടിക്കുകയോ അല്ലെങ്കിൽ ലൈവ് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നാളെ ആരെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി ഞാനതൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം മതത്തെ ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമെന്ന് പറയുന്നത് അതാത് മതത്തിൻ്റെ ഉള്ളിലുള്ളവരെ തന്നെ വിഭാഗീയതയെ സൃഷ്ടിച്ചുകൊണ്ട് അവർ തമ്മിൽ ഇതൊരു തീരുമാനമാക്കാൻ കാത്തു നിൽക്കുക എന്നുള്ള നല്ല ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതുവരെയും നമുക്കൊരു 100 വർഷം 150 വർഷം അല്ലെങ്കിൽ 100 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മതങ്ങളിൽ വലിയ വിഭാഗീയ ചിന്തകൾ വന്നു തുടങ്ങിയിട്ടില്ല. ക്രിസ്തു മതത്തിലാണെങ്കിൽ തന്നെ കത്തോലിക്ക വിഭാഗമായിരുന്നു കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സുന്നി വിഭാഗങ്ങൾക്കായിരുന്നു ആഗോളതലത്തിൽ ഒരു മേൽക്കോയ്മ, അല്ലെങ്കിൽ സൂഫി സുന്നി രീതിയിലുള്ളവർക്കായിരുന്നു കൂടുതൽ ഹോൾഡ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ ഉള്ളിൽ പ്രസക്തി അവർക്കായിരുന്നു കൂടുതലുണ്ടായത്. അതേപോലെ തന്നെ ഹിന്ദുമതത്തിലും നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആളുകളുടെ എണ്ണം, പുത്തനാശയങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനം അവർ ആഗോളതലത്തിൽ എടുത്തതിന് ശേഷം അവർ ആദ്യം ചെയ്തത് അവരുടെ ചില ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതാത് മതത്തിൽപ്പെട്ട തനിക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കണമെന്ന സ്വാർത്ഥ ചിന്തയുള്ളവരെ കണ്ടുപിടിച്ച് ഈ ഫണ്ട് ഏൽപ്പിച്ച് പുതിയ വിഭാഗങ്ങളെ സൃഷ്ടിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടത്തുക എന്നതായിരുന്നു. ഇത് ചരിത്രം പഠിക്കുന്ന, ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതിൻ്റെ പേരിൽ ചിലവർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ചിലവരറിയാതെ തന്നെ ആ ഫണ്ട് മേടിച്ചിട്ടുണ്ട്, ചിലവർക്ക് വേദികൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ചില അന്താരാഷ്ട്ര ലെവലിലൊക്കെ അന്ന് പോയി സംസാരിക്കാൻ കഴിഞ്ഞ പല ആളുകളും ഉദ്ദേശിച്ചത് അവരെ കൊണ്ട് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ പേരിൽ പലപ്പോഴും 100 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പ്രസംഗിക്കാനും ആശയങ്ങളുടെ വ്യത്യാസമുള്ള വ്യക്തിത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് അറിഞ്ഞോ അറിയാതെ അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മെക്കാനിസം ഇവിടെയുണ്ട്. ഇന്നും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഞാൻ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. സ്പോൺസർ ചെയ്യാനാണ് എങ്കിൽ ഇത്തരം സംഘടനകളുടെ ഒരുപാട് ഓഫറുകൾ തെളിഞ്ഞും ഒളിഞ്ഞും അനേക പ്രാവശ്യം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളതാണ്. ഒരു ചെറിയ മനോഭാവത്തിലെ മാറ്റം മതി ഞാൻ ഇന്ന് ജീവിക്കുന്നതിൽ നിന്ന് 1000 ഇരട്ടി സൗഭാഗ്യത്തോടുകൂടി ജീവിച്ചു പോകാൻ. എത്രയോ ഓഫറുകൾ വന്നു കഴിഞ്ഞു. കാരണം വ്യത്യസ്തമായി സംസാരിക്കുന്നവരെ, വ്യത്യസ്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ളവരെ, ഉയർന്നു പൊങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും കാത്തിരിക്കുന്നത് ഈ ഒരു ദുർഗതിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ദുർഗതി എന്നൊന്നും പറയാൻ പറ്റൂല ചിലവരെ സംഭവം. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്കാണ് അവരൊക്കെ എത്തിപ്പെടുക. മറ്റുള്ളവരെക്കാൾ കൂടുതൽ തനിക്ക് വേദികളുണ്ടാവണം, സമ്പത്തുണ്ടാവണം, പ്രശസ്തി ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഈ ഓഫർ എന്നും ഉള്ളതാണ്. ഇവിടെ പലവരും പറയുകയുണ്ടായി, സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ പ്രസംഗങ്ങൾ വൈറലായ കാര്യങ്ങളൊക്കെ.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഒരിക്കൽ പോലും ഞാനോ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ മുരീദുകളോ അല്ലെങ്കിൽ എൻ്റെ മുരീദന്മാരോ ഒരു വീഡിയോ പോലും ഞങ്ങളുടെ ഒന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിലോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും ഒരു വീഡിയോ ഇത്രയൊക്കെ വൈറലായി കോടിക്കണക്കിന് ആളുകൾ കണ്ട വൈറൽ പോസ്റ്റുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതിലെത്ര ലൈക്ക് ഉണ്ടെന്ന് പോലും നോക്കാൻ ഞങ്ങളൊന്നും കയറിയിട്ടില്ല. ഇത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ഒരു പക്ഷേ കേരളത്തിൽ ഇത് ചെയ്യാൻ അറിയാവുന്ന ഏറ്റവും വലിയ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് IT കമ്പനി നടത്തിയ മോനാണ് എൻ്റെ മോൻ, ബാക്കിലിരിക്കുന്ന രാജേന്ദ്രനാഥ്. ഐവൻസ് IT സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഫേസ്ബുക്ക് മറ്റതൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ അറിയാവുന്ന, അതിനുവേണ്ടി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരുന്നൊരു കമ്പനിയുടെ പൂർണ്ണ ചുമതലക്കാരനായിരുന്ന, ഞങ്ങൾ തന്നെ തുടങ്ങിയൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പൂർണ്ണ ചുമതലയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എൻ്റെ ഒരു സമ്മതം മതി ഒരു വീഡിയോ ആരെക്കാൾ കൂടുതലും വൈറലാക്കി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ എന്താണ് എന്നെ സഹായിച്ചത്? അതാണ് ഇന്നത്തെ വിഷയം. എന്നെ സഹായിച്ചത് ഇതാണ്. എൻ്റെ മതത്തിൽ, മതം അല്ലെങ്കിൽ മതം എന്ന വാക്കിനേക്കാളും ദീൻ എന്ന വാക്കാണ് എനിക്കിഷ്ടം. ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മമാണ്. ഓരോരുത്തരും അവനവൻ്റെ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ധർമ്മം ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം ഇതാണ്. അവനവൻ്റെ അഹങ്കാരം, അവനവൻ്റെ സ്വാർത്ഥത, ഇതിനെയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതാണ് ആദ്യമായി എല്ലാ ദീനിൻ്റെ വ്യവസ്ഥകളും നമ്മളോട് പറയുന്നത്. ദീൻ ഒന്നേ ഉള്ളൂ. കാരണം ദൈവം ഒന്നേ ഉള്ളൂ എങ്കിൽ ദൈവത്തിൻ്റെ ധർമ്മവും ഒന്നായിരിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ 6 എഴുതിയ കൊടുത്തയച്ച കടലാസ് തിരിച്ചാണോ മറിച്ചാണോ പിടിച്ചത് എന്നതിൻ്റെ വ്യത്യാസത്തിൽ മാത്രം അങ്ങനെയൊക്കെ തോന്നും. ചിലവർക്കത് വള്ളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിത് ഞങ്ങളുടെയൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. മുബാറക്ക് പറഞ്ഞു എന്ന് പറയുന്ന മുബാറക്ക് ഇന്നലെ എന്നെയും കാണിച്ചു. ചിലർ പറഞ്ഞു ഇതിങ്ങനെ കീ എന്നൊക്കെ ഇടുന്ന വള്ളിയാണ്, കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അതും തോന്നും. ചിലർ പറഞ്ഞു ഇൻവേർട്ടഡ് കൊമ, അത് കൊമയാണെന്ന് പറഞ്ഞവരുണ്ട്. അതും ശരിയാണ്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 9 പോലെ, ചിലർ 9 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെയൊക്കെ നോട്ടത്തിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് തോന്നപ്പെടുന്നതാണെങ്കിലും ദൈവം അവതരിപ്പിച്ച ധർമ്മവ്യവസ്ഥയ്ക്ക്, ദീൻ വ്യവസ്ഥയ്ക്ക് ഒരു രീതിയേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ പ്രവാചകന്മാരും അനുവാചകരും അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളുമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രവാചക ശ്രേണികളും ഗുരുപരമ്പരകളും നമുക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ധർമ്മത്തിൻ്റെ ആദ്യത്തെ പ്രബോധനം തന്നെ, അല്ലെങ്കിൽ ആദ്യമായി ധർമ്മം എന്ന് ദീൻ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ചല്ല ധർമ്മം ആദ്യമായി പറയേണ്ടത്. ആദ്യമായി തുടങ്ങേണ്ടത് ഈശ്വര വിശ്വാസത്തിലൂടെയാണ്, ഏകദൈവ വിശ്വാസത്തിലൂടെയാണ്. ഇന്നും ഞങ്ങളൊരു സംസാരത്തിൽ ആരോ ചോദിക്കുകയുണ്ടായി ഹിന്ദു ദൈവ വിശ്വാസത്തെക്കുറിച്ച്. ലോകത്തോട് ആദ്യമായി ഏകദൈവ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്ലോകങ്ങൾ അവതരിപ്പിച്ചത് 5000 വർഷമെങ്കിലും പഴക്കമുണ്ടാകും ഋഗ്വേദം. അത്രയൊന്നും അല്ല ഞങ്ങളുടെ വിശ്വാസപ്രകാരം. പക്ഷെ ഏറ്റവും വിമർശകരായിട്ടുള്ളവരുടെ വാക്കുകളിൽ പോലും 5000 കൊല്ലത്തെ പഴക്കമുണ്ട് ഋഗ്വേദത്തിന്. ആ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഏകം സത് തദ് വിപ്രാഹ ബഹുധാവദന്തി, ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി എന്ന് പറയും. കൃത്യമായി ഏകദൈവ സിദ്ധാന്തം കൃത്യമായി ലോകത്തിനോട് പറഞ്ഞത് ഹിന്ദുമതത്തിൽ തുടങ്ങുന്നു. എന്നാൽ മക്കയിലുണ്ടായിരുന്ന വിഗ്രഹാരാധകരെ നമ്മൾ മറ്റൊരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ഭാഷ അവരോടായതുകൊണ്ടാണ് വിഗ്രഹാരാധകരോടും മറ്റൊരു സമീപനം സ്വീകരിക്കാൻ നബിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും മറ്റൊരു രീതി അത് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇവിടെയുള്ളവരെ കുറിച്ചായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു മതത്തിൽ അത്തരം വാദങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണോ സൂറത്തുൽ ഇഖ്ലാസ്, അതിന് തത്തുല്യമായ അതുപോലെയുള്ള അർത്ഥങ്ങൾ വരുന്ന ഒരുപാട് ശ്ലോകങ്ങൾ നമുക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്ന് തുടങ്ങുന്ന ഒരു 3 ശ്ലോകങ്ങളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഓരോ വാക്കുകളോടും തുല്യമാണത്. അജം ജനിക്കപ്പെട്ടവനല്ല, ജനിച്ചിട്ടില്ല.
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, ആരെയും ജനിക്കാനും അനുവദിച്ചിട്ടില്ല. ആരുടെയും അച്ഛനോ ആരുടെയും അമ്മയോ ആരുടെയും പിതാവുമോ ഒരു മാതാവും ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു സംഭവം. ഒരൊറ്റ വാക്കിൽ അജം, ജനിക്കാത്തവൻ, ഈശ്വരൻ ജനിക്കാത്തവനാണ്. നിർവികൽപ്പം, കൽപ്പനകൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും രീതിയിലുള്ളവനാണ്. ദൈവത്തെക്കുറിച്ചും അങ്ങനെ എത്രയോ പ്രാവശ്യമുണ്ട്. നിങ്ങളുടെ വിചാരങ്ങൾക്കും അപ്പുറമാണ് എൻ്റെ വിചാരങ്ങൾ. ഖുറാനിലുടനീളം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അജം, നിർവികൽപ്പം, നിരാകാരമേകം. ഒരാകാരവും ഇല്ല, ഒരു തരത്തിലുള്ള രൂപങ്ങളുമില്ലാത്ത നിർഗുണം, നിരാകാരനും ഏകനുമാണ്. കുൽഹു അല്ലാഹു അഹദ്, ഏകനാണ്, അവിഛിന്നനാണ്. അതായത് അഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം വെറും ഏകമാണെന്ന് മാത്രം വ്യാഖ്യാനിക്കരുത്. ഏകം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുത്തെ ഏകനായ സന്യാസിയാണ്, അതിൻ്റെ അർത്ഥം വേറെ സന്യാസിമാരുണ്ടല്ലോ. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഏകനായ വേറെ ഉണ്ട് എന്നൊരു അർത്ഥം പോലും ദ്യോതിപ്പിക്കാൻ രണ്ടില്ല, അവിഛിന്നനാണ്. അങ്ങനെ കഷ്ണങ്ങളായോ പലതായോ പോകാൻ കഴിയാത്തൊരു രീതി. ഇത് പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഈ രണ്ട് പ്രാർത്ഥനകളും സൂറത്തുൽ ഇഖ്ലാസ് ദൈവത്തെക്കുറിച്ചാണ്, ഉറപ്പാണ്. പക്ഷേ മതമാദ്യമായി അതിൻ്റെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ആദ്യമായി മനുഷ്യനോടാണിത് പറയുന്നത്. മനുഷ്യനോട് പറയുന്നു, മുട്ടിയാൽ മുട്ടുന്ന ചെളിക്കട്ടയിൽ നിന്ന് നിന്നെ ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ ചെളിയോളം താഴ്ന്ന ചെളിത്തരം നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളെ മനുഷ്യനെ ചെളിയിൽ നിന്നും മണ്ണിൽ നിന്നും നശ്വരതയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ലോകങ്ങളുടെയും ആകാശഭൂമികളുടെയും സർവത്തിൻ്റെയും പ്രകാശമായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ചെളിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. അതെല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്, എല്ലാ ശാസ്ത്രവും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിടുമ്പോൾ ആ മണ്ണിലേക്ക് അത് ലയിച്ചു തീരാനുള്ള കാരണം അതാണ്. മണ്ണിൽ നിന്നല്ലാത്തൊരു വസ്തു മണ്ണിൽ ലയിക്കില്ല, പ്ലാസ്റ്റിക് ലയിക്കില്ല. മറ്റു പല സംഗതികളും കെമിക്കലിലൂടെ പുതിയതായി ഉണ്ടാക്കപ്പെട്ട സംഗതികളൊന്നും, ദൈവമുണ്ടാക്കാത്ത പ്രകൃതി വസ്തുക്കളൊന്നും മണ്ണിൽ ലയിക്കില്ല. 400 കൊല്ലം 500 കൊല്ലം 1000 കൊല്ലമൊക്കെ പ്ലാസ്റ്റിക് കിടക്കുന്ന പറയണം. പക്ഷെ ദൈവം ഉണ്ടാക്കിയത് ഈ മണ്ണിൽ നിന്നായതുകൊണ്ടാണ് നമ്മളൊക്കെ മണ്ണിൽ ലയിച്ചു പോകുന്നത്. ആ മണ്ണ് എന്ന് പറയുന്നത് ഒരു പ്രതീകവും കൂടിയാണ് നശ്വരതയുടെ. ചിലർ പറയും ചളി പറയരുതെന്ന് പറയില്ലേ, ഞങ്ങളുടെ ചില നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേട് അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ്. ഈ ഒരു നേച്ചറോട് കൂടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനോട് ആദ്യം എന്ത് പറയണം? നിന്നേക്കാൾ വലിയ ജീവിവർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. മാലാഖമാരുടെ രൂപത്തിൽ, മലക്കുകളുടെ രൂപത്തിൽ, ജിന്നുകളുടെ രൂപത്തിൽ, കിം പുരുഷ ദേവ ഗന്ധർവന്മാരുടെയൊക്കെ രൂപത്തിൽ. അത് പല രീതിയിലാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകാശം കൊണ്ടാണ്. ദൈവം സത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ എന്തെങ്കിലും സാദൃശ്യത്തിലാണ്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദേവന്മാർ, ദിവ് ധാതു. ദിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എന്നാണ്. ഈ മാലാഖമാരെയും മലക്കുകളെയും ജിന്നുകളെയും ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഏത് പ്രകാശ കണകകളാണോ അത് വെച്ചിട്ടാണ്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഖലീഫയെ, ആദം സന്തതികളെ നിങ്ങളെ എൻ്റെ ഖലീഫയായിട്ടാണ്, എൻ്റെ പ്രതിനിധിയായിട്ടാണ്. അല്ലേ? പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഏതെങ്കിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായി പുറത്തു പോയി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഇതാണ്, എന്നോട് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യ അവിടെ പറഞ്ഞിട്ട് വരാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 100 വരെ എണ്ണാൻ അറിയുമെങ്കിലും ഞാൻ 10 വരെ പറയാൻ പാടുള്ളൂ. കാരണം ഞാൻ ആരുടെ പ്രതിനിധിയാണ്? എന്നെ അയച്ചവൻ്റെ പ്രതിനിധിയാണ്. അതിലപ്പുറത്തേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യകുലത്തിൽ നിന്ന്, ഇന്ന് വരെ ജിന്നുകളുടെ ഇടയിൽ നിന്നോ മൃഗങ്ങളുടെ ഇടയിൽ നിന്നോ നമുക്കൊരു പ്രവാചകനെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ അവർ സദാ ദൈവത്തിൻ്റെ അനുസരണയിലും ഇസ്ലാമിലും നിലനിൽക്കുന്ന മൃഗങ്ങളും ചെടികളുമൊക്കെ അങ്ങനെ നിലനിൽക്കുന്നവരാണ്. അവർക്ക് മറ്റൊരു പ്രബോധനത്തിൻ്റെ ആവശ്യമില്ല. ഏത് കാലത്തോളം തെങ്ങിൽ തേങ്ങ മാത്രം കായ്ക്കുന്നു, ഏത് കാലത്തോളം കാരക്ക മരത്തിൽ കാരക്ക മാത്രം, ഈന്തപ്പനയിൽ ഈന്തപ്പഴം മാത്രം കായ്ക്കുന്നുവോ അത്രത്തോളം കാലഘട്ടം അത് ഇസ്ലാമാണ്. അങ്ങനെയുള്ള വിവക്ഷയാണ് ഇവിടുത്തെ ഖുറാനിക പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ടുള്ളത്. കാരക്കമരം ഇസ്ലാമാണെന്ന് നബി പറഞ്ഞതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്കൊക്കെ അറിയാം.
ആരൊക്കെയാണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ഉദാത്തമായ കാണിച്ചു കൊടുത്തത് കാരക്കമരത്തിനെയാണ്, അല്ലെങ്കിൽ ഈന്തപ്പനെയാണ്. കാരണം അതിന്മേൽ ഇന്ന് വരെ തെങ്ങുണ്ടായിട്ടില്ല, തേങ്ങ ഉണ്ടായിട്ടില്ല. മാവ് മരത്തിൽ ഒരിക്കലും മാങ്ങയല്ലാണ്ട് തേങ്ങ ഉണ്ടാവില്ല. ഒരർത്ഥത്തിൽ അവരെല്ലാം ദൈവികമായ ആ കൃത്യതയിൽ പോകുന്നു, ദീനിൽ പോകുന്നത് കൊണ്ട് അവർ അത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഓർമ്മപ്പെടുത്തലുകാരെ വരേണ്ട ആവശ്യമില്ല, ഓർമ്മപ്പെടുത്തലുകാർ ആവശ്യമില്ലാത്ത ജീവിവർഗങ്ങൾ. എന്നാൽ അതേപോലെ തന്നെ മാലാഖമാർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? അവരും സുജൂദിൽ കിടന്ന് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ, ദൈവത്തെ സ്തുതിക്കുന്നവർ അങ്ങനെ തന്നെ നൂറ്റാണ്ടുകളായി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊല്ലം അങ്ങനെ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. അവർക്ക് ദാഹങ്ങളോ മറ്റ് നമുക്കുള്ളതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു 10 മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിർബന്ധമാക്കപ്പെട്ട ജുമാ നമസ്കാരത്തിൻ്റെ ഇടയിൽ പോലും അസ്വസ്ഥത കാണിക്കുകയും അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും ഈ പരിപാടി, ഈ ആരാധന എന്ന് പറഞ്ഞ പരിപാടി മാലാഖമാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ഉറക്കവും തൂങ്ങൂലായിരുന്നു. അവർ എന്നും സുജൂദിലെങ്കിൽ സുജൂദ്, പറന്നിട്ടെങ്കിൽ പറന്നിട്ട്, കിടന്നിട്ടെങ്കിൽ കിടന്നിട്ട്, ഇരുന്നിട്ടെങ്കിൽ ഇരുന്നിട്ട്, ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവരത് തുടരുമായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുക, അതായത് മറ്റതൊക്കെ എണ്ണയിട്ട ഒരു യന്ത്രം കണക്ക് എത്ര നേരം വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിവുള്ള ജീവിവർഗങ്ങളായ മനുഷ്യരുടെ മേലെയുള്ള പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെയും തള്ളിക്കളഞ്ഞ് മനുഷ്യർക്ക് താഴെയുള്ള ജീവിവർഗങ്ങളെയും പക്ഷിമൃഗാദികളെയും ലതാദികളെയും ഒക്കെ തള്ളിക്കളഞ്ഞ് അതിൻ്റെ ഏകദേശം നടുക്കുള്ള ചളിയിൽ നിന്നുണ്ടാക്കിയ, അല്ലെങ്കിൽ വെറുമൊരു രക്തക്കട്ടയിൽ നിന്ന്, അലക് ഇക്റ ബിസ്മി റബ്ബുക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക് എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഖുർആൻ അധ്യായം തുടങ്ങുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ വെളിപാട് നബിക്ക് ലഭിച്ചതായ ആ വെളിപാട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ആ വെളിപാട് ഇങ്ങനെയാകുന്നു. തുടക്കം ആ പറയുന്ന രക്തക്കട്ടയിൽ, അതായത് രക്തക്കട്ട നശിച്ചു പോകും, വളരെ പെട്ടെന്ന് അത് ക്ലോട്ടായി പോകും, അത് കട്ട പിടിച്ചു പോകും. അത് അതിൻ്റെ മാതൃശരീരത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറുന്ന അത്രയും നശ്വരതയാണ് മനുഷ്യനുള്ളത് എന്നാണ് ഈ വാചകങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആദ്യം പണി ചെയ്തു തുടങ്ങുക നമ്മുടെ ശരീര മനസ്സിൻ്റെ മാലിന്യങ്ങളോടാണ്. റിനാത്തുൽ നഫ്സ് എന്ന് സൂഫി വചനങ്ങളുണ്ട്. സൂഫികൾ പറയാറുണ്ട്, ഏറ്റവും വലിയ യുദ്ധം അത് ശരീര മനസ്സുകളുടെ മാലിന്യങ്ങളോടാണ്, പ്രത്യേകിച്ച് മനോമാലിന്യങ്ങളോടാണ് ഏറ്റവും വലിയ യുദ്ധം ചെയ്യുന്നത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഇതാണ്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തുപലഭ്യത എന്ന് ശങ്കരാചാര്യര് അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണി എന്ന് പറയുന്ന പ്രകരണ ഗ്രന്ഥത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയും. ശുദ്ധിക്കായിക്കൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയശുദ്ധിക്കായിക്കൊണ്ടാണ് ആരാധനകൾ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ല ദൈവത്തിന് നിങ്ങളുടെ ഇതിൻ്റെ കണക്കെടുത്തിട്ട് പുള്ളിക്ക് അവസാനം തൂക്കി നോക്കി നിങ്ങൾക്ക് മാർക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജാവൊന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു പുകഴേന്തിയൊന്നും അല്ല ദൈവമെന്ന് മനസ്സിലാക്കുക. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആരാധന കൊണ്ട് എന്ത് കിട്ടാനാണ്? നിങ്ങളങ്ങ് ആരാധിച്ചില്ലെങ്കിൽ, അങ്ങനെ ചിലർ പറയാമല്ലോ, നീയൊന്നും തന്നില്ലെങ്കിൽ ഞാനൊക്കെ ഒന്നും ആവില്ല എന്ന് പറയുന്ന ഒരു മുതലാളിക്ക് പോലും ഇല്ലേ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്ക് പോലും നിങ്ങൾ കൊണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും അയാൾ സുഖമായിട്ട് ജീവിക്കും. ഈ കണ്ട മുതൽ മുഴുവൻ ആളുന്ന മുതലാളിയായ ജലാലായ ദൈവത്തിന് നിങ്ങളുടെ ഒരു നമസ്കാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുജൂദ് എന്തിനാണ്? അത് നിങ്ങൾക്ക് കൂടി ഗുണകരമായി തീരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആത്മസംസ്കരണമാണ് അതിലൂടെ ദൈവം ഉദ്ദേശം വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇതെന്തോ കടം മേടിച്ചത് ഇങ്ങനെ കടം തീർക്കുന്ന ഒരു തൊഴിലാളിയുടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും പലിശ കമ്പനിയിൽ നിന്ന് പലിശ വാങ്ങി അതിന് കടം തീർക്കാൻ വേണ്ടി ജീവിക്കുന്നവൻ്റെ മനോഭാവത്തോടു കൂടി കടം തീർക്കാൻ പുറപ്പെടരുത്. ആരാധനാ വിഷയത്തിൽ ഓരോ ആരാധനയും ശുദ്ധിയാണ്. അത് തെളിയിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ശുദ്ധിയായി എല്ലാ മതങ്ങളും മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടുമൊക്കെ ശുദ്ധി ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശുദ്ധമായി നമ്മൾ ആരാധന കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധിയാണ്. ജിഹാദുൽ അക്ബർ ഏതാണെന്ന് ചോദിച്ച സമയത്ത്, ബദറൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്, ബദർ യുദ്ധം കഴിഞ്ഞ് അവർ വിജയിച്ചു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബിമാരോട് പറഞ്ഞു, ഇനി നമുക്ക് മറ്റൊരു ജിഹാദുൽ അക്ബർ ഉണ്ട്, വലിയ ഒരു ജിഹാദ് കൂടി ചെയ്ത് തീർക്കാനുണ്ട്.
എല്ലാവർക്കും സന്തോഷമായി. അതെന്താണ്, എവിടെയാണ്, ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഐഹികമല്ല, അത് ഈ ലോകവുമായി ബന്ധപ്പെട്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഒരു വർഗത്തെയും കൊല്ലാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അശുദ്ധികളോട്, മനസ്സിനോട്, മനോമാലിന്യങ്ങളോടാണ് ജിഹാദുൽ അക്ബർ എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി നമ്മൾ മറക്കാനുള്ള കാരണം എന്താണ്? ദീൻ അവിടെ തുടങ്ങുന്നു. നമുക്കൊരു ലക്ഷ്യം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഖലീഫയായി ഈ ലോകത്തിൽ വേണ്ടുന്ന പ്രവർത്തികൾ നൽകുക, ചെയ്യുക എന്നതിന് ദൈവം ക്വാളിഫിക്കേഷൻ, എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ലോകത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ എൻട്രൻസ് ടെസ്റ്റ് എന്ന സംവിധാനം കൊണ്ടുവന്നത് ഒരുപക്ഷെ ദൈവമാണ്. ഇന്നാണ് ഇപ്പോൾ വളരെ അടുത്ത, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും എൻട്രൻസ് ടെസ്റ്റ് ഇത്ര അങ്ങോട്ട് കോമൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെ കുറച്ചു കാലം മുമ്പ് വരെ നല്ല മാർക്കുള്ളവനെ വിളിച്ച് കൊണ്ടുപോയി ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനൊരു പരീക്ഷയും പരീക്ഷണവും വെച്ചുകൊണ്ടാണ് ദൈവം ഇതിനെ ആളുകളെ തെരഞ്ഞെടുത്തിരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ആ രീതിയിലേക്ക് മനോമാലിന്യങ്ങളെ സംസ്കരിക്കാൻ, തൻ്റെ അഹങ്കാരം തനിക്ക് പൊന്തണം, തൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടണം, തനിക്ക് അതിന് തക്കതായ പ്രതിഫലം ലഭിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരെയാണ് ദീൻ എന്ന് പറയുന്നതിൽ നിന്ന് ആദ്യം പിടിക്കപ്പെടുക. അങ്ങനെയുള്ളവരാണ് ഇതിൽ ആദ്യം പെടുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ദൈവമേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ ഉൾപ്പെടുത്തരുത്. കാരണം അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ വീണുപോയാൽ ദൈവത്തിന് നമ്മളെ എന്താക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന പ്രതിനിധിയാക്കാൻ കഴിയില്ല. നമ്മുടെ സ്വന്തത്തിൻ്റെ വാക്കുകൾ അവിടെ വന്നു പോകും. ദൈവം ഉദ്ദേശിക്കാത്ത ആശയങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെ ഉതിർന്നു വീഴും. നമ്മുടെ ശത്രുക്കൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വന്നു വീഴും. ദൈവം ഒരിക്കലും മതത്തെ സമീപിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഹൃദയപരമാണ്. ഹൃദയത്തോട് കൂടി വേണം, ഹൃദയത്താൽ വേണം മതത്തെ സമീപിക്കാൻ. എല്ലാ മതത്തിലും അത് പറയുന്നു. ഹൃദയത്തിനൊരു ഭാഷയുണ്ട്, തലയ്ക്ക്, ബുദ്ധിക്ക്, തലച്ചോറിന്, യുക്തിക്കൊരു ഭാഷയുണ്ട്. ഇന്ന് പലപ്പോഴും പല പള്ളി കമ്മിറ്റി മീറ്റുകളിലും അമ്പല കമ്മിറ്റി മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഇടവക മീറ്റിങ്ങുകളും ഒക്കെ കാണുമ്പോൾ ഏതോ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണെന്നുള്ളൊരു പ്രതീതി പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിവിടെ എല്ലായിടത്തും പോകുന്നതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാരോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തോന്നാറുണ്ട്, ഇതെന്തോ ജനാധിപത്യ വ്യവസ്ഥയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില പാർട്ടികളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ സ്വത്വബോധം വച്ചു മാറിപ്പോയത് എങ്ങനെയാണ്? പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ കൗൺസിലിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ചില കോഴ്സുകളൊക്കെ അതിൻ്റെ ഭാഗമായി ചില ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പം അത്തരം ക്ലാസ്സുകളിലൊക്കെ പല ആളുകളും വന്നിരിക്കും. ആ കൂട്ടത്തിൽ ഒരുപാട് മൗലവിമാർ, ഒരുപാട് പള്ളിയിലച്ചന്മാർ, കന്യാസ്ത്രീകൾ, സ്വാമിമാർ, പള്ളിയിലച്ചന്മാരും അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കാറ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതല്ലേ? നിങ്ങളുടെ 13 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നിങ്ങളൊരു കത്തോലിക്ക പള്ളിയിൽ അച്ഛനാകുന്നത്. ഏകദേശം ദർസിൽ ഓതി അല്ലെങ്കിൽ സക്കാഫി, ഫൈസി, ദാരിമി, ഹുദമി, സുല്ലമി എന്നൊക്കെ പറയുന്ന നിസാമിയൊക്കെ ആവണമെങ്കിൽ ഇവിടെ അസ്നിയുണ്ട്. അസ്നിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4-5 കൊല്ലം അതിൻ്റെ പിന്നാലെ കിതാബ് ഓതി തന്നെ ആവുകയുള്ളൂ. ഇതേപോലെ തന്നെ സന്യാസിയാകാനും ഒക്കെ കുറേ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ക്ലാസ്സുകളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പണ്ടത്തെ ഓത്തുകൊണ്ടും കിതാബ് കൊണ്ടൊന്നും ഇപ്പം കാര്യം നടക്കാതെ ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുത്തുബ പ്രസംഗത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയ പരാമർശത്തിലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിന് മുമ്പേ വാട്സപ്പിൽ 1000 ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഏതോ ഒരു മൗലിയാർ പ്രസംഗിച്ചു, ഏതോ ഒരു മൗലവി പ്രസംഗിച്ചു, ദൈവം ഇങ്ങനെ കിലോമീറ്ററുകൾ സ്പീഡിൽ വരുന്ന മഴത്തുള്ളി അതിങ്ങനെ വന്ന് എവിടെയോ ആകാശത്തിൻ്റെ ഏതോ വിധാനത്തിൽ വെച്ച് അതിൻ്റെ സ്പീഡ് ദൈവം കുറയ്ക്കുന്നുണ്ട്, അല്ലാഹു തആല കുറയ്ക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തലയിലേക്ക് പതിക്കുന്നത് വളരെ മൃദുവായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ദൈവത്തെ സ്തുതിച്ചോളി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അയാൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ സ്പീഡൊക്കെ പറഞ്ഞുപോയി, ഏതോ 1000 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുപോയി. ഇത് പറഞ്ഞ് പുറത്തിറങ്ങി സലാം വീട്ടുന്നതിന് മുമ്പേ
ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും ട്രോളുകളും അങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആ മഞ്ചം പിന്നെ തൊള്ളവർക്കാൻ ഒരു വഴിയില്ല. അയാൾ ആ ബയോളജി ജീവിതം അയാൾ അവസാനിപ്പിച്ചിട്ടുണ്ടാവുന്നു. എനിക്ക് ആരാന്ന് അറിയില്ല കേട്ടോ, ഈ ഇരിക്കണ മനുഷ്യനാന്ന് പോലും നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, കൊല വിളിക്കുകയാണ്. ഈ പറയുന്ന മതപുരോഹിതന്മാരുടെ ഉദ്ദേശം ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കലല്ല. എൻ്റെയും ഉദ്ദേശം ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കലല്ല. ഖുറാനും ബൈബിളും ഗീതയും ഒന്നും ശാസ്ത്രം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല. ശാസ്ത്രീയമായ സത്യങ്ങൾ അതിൽ കണ്ടേക്കാം. മനുഷ്യനെ സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മതവ്യവസ്ഥകളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര് പറഞ്ഞു നിങ്ങളോട് അതിൽ ശാസ്ത്രീയ സത്യങ്ങൾ അന്വേഷിക്കാൻ? ഭൂമി ഉരുണ്ടതാണ് നോക്കാൻ നിങ്ങളോട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വരുന്നിട്ടാണെന്നല്ലേ? നിങ്ങൾക്കറിയാവുന്ന ഒരു 100-200 കിലോമീറ്റർ ഉരുണ്ടാലും പരന്നാലും നിങ്ങൾക്ക് എന്താ ചെയ്തത്? എന്നിട്ട് അന്വേഷിക്കുക, ഖുറാനിൽ ഉരുണ്ടതാണോ പരന്നതാണോ പച്ച വിരിപ്പ് പോലെയാണോ മഞ്ഞ വിരിപ്പ് പോലെ വിരിപ്പ് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിരിപ്പ് പോലെ തോന്നുന്നതേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൈബിളിൽ ഉരുണ്ടതാണോ, ബൈബിളിൽ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, വണ്ടീനെ കുറിച്ച് പരാമർശമുണ്ടോ, മൈക്കിനെ കുറിച്ച് പരാമർശമുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നമ്മൾ മനസ്സിലാക്കണം, മതത്തെ ഹൈജാക്ക് ചെയ്യുന്നവർ ഇട്ടുകൊടുത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊത്തി. ഇന്നിപ്പോൾ ഞങ്ങൾ മുബാറക്കിൻ്റെ വീട്ടിൽ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ, മുനീർ ഖാൻ്റെ വീട്ടിലല്ലേ അല്ലേ, മുനീറല്ലേ, മുനീറിൻ്റെ വീട്ടിൽ, പുതിയ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കൂടെയുള്ളവരൊക്കെ പോയി. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ കുറച്ച് നാളെ ജോലിയുള്ളതുകൊണ്ട് നേരത്തെ പോയി. അവനും അവരും കൂടി അവിടെ മീൻ പിടിക്കുന്നുണ്ട്. തൊട്ടതവിടെയൊക്കെ പാടമാണ്. അതിൽ ഫാറൂഖൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മൈദയൊക്കെ ഉരുട്ടിയിട്ട് കൊടുക്കും. അപ്പം അത് കൊത്തും. വലിയ വലിയ മീനുകളൊക്കെ ചിലപ്പോൾ ഇവർക്ക് കിട്ടുകയുണ്ടായി. ഈ പരിപാടിയാണ് മതത്തിലേക്ക് പലതും ഇട്ട് തരികയാണ്. നമ്മളത് കയറി കൊത്തും. കൊത്തിയാൽ പിന്നെ രക്ഷയില്ല, വെളിച്ച് കയറ്റും. അപൂർവം ചില ഭാഗ്യവാന്മാർ സ്ലിപ്പായി പോയിട്ടുമുണ്ട്. അങ്ങനെ സ്ലിപ്പായി പോയവർക്ക് ദൈവത്തിന് അൽഹംദുലില്ലാ എന്ന് പറയല്ല. എന്താ, പക്ഷെ വേദന കുറച്ചാൽ ഉണ്ടാവും കേട്ടോ. കീറിയിട്ടാ പോയിരിക്കുന്നത്. മതം കൊത്തരുത്. ഈ വക യുക്തി സമ്പ്രദായങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പല ആളുകളും ഉണ്ടാവും. യുക്തിപരമായിട്ടല്ല ദൈവത്തെ സമീപിക്കേണ്ടത്. നിങ്ങളുടെ യുക്തിക്ക് ഒതുങ്ങുന്ന വസ്തുവല്ല ദൈവം. ദൈവത്തിന് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാവുന്നതല്ല. നിങ്ങളുടെ എല്ലാ യുക്തികൾക്കും അപ്പുറമാണ്. അല്ലാഹു നൂറ് സമാവാത്തി വൽ അർള് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഈ പ്രകാശം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതൊന്ന് കറണ്ട് അടിച്ചാൽ തീർന്നില്ലേ? ഒരാൾ നിന്ന് കത്തൂലേ? നിങ്ങളുടെ ഈ നിസാര ഇലക്ട്രിസിറ്റി, അങ്ങനെ എത്ര വലിയ ഇലക്ട്രിസിറ്റികൾ ഉണ്ടാക്കിയ, എത്ര വലിയ സൂര്യൻ, ഒരു സൂര്യൻ്റെ അടുത്ത് കുറച്ച് കിലോമീറ്റർ ഒന്ന് കയറി നോക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ കരിഞ്ഞു വീഴും. അങ്ങനെ എത്ര സൂര്യന്മാരുണ്ടെന്ന് ആർക്കറിയാം? ഇക്കണ്ട പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി വെച്ച ഈ വലിയ മഹാപ്രഭയെ നിങ്ങളുടെ ചെറിയ ബുദ്ധി വെച്ചൊന്നും അളക്കാൻ ശ്രമിക്കരുത്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നതാണ്. സിലബസുകളിൽ പോലും മാറ്റം വന്നു. മതവിദ്യാഭ്യാസം, ഞാൻ ഇന്നലെ വിചാരിക്കുകയായിരുന്നു, ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടണം. അത് കത്തോലിക്ക പുരോഹിതന്മാരാകട്ടെ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാകട്ടെ, APK സുന്നി വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ ആകട്ടെ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്റർമാരെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ ഒന്ന്, അതേമാതിരി വേദപാഠശാലകൾ നടത്തുന്ന ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് പറയണം, നിങ്ങൾ ഉണ്ടാക്കുന്ന സിലബസിൽ നിങ്ങളുടെ മതത്തിലുള്ളത് മാത്രം മതി. അതിലേക്ക് യുക്തിയും ശാസ്ത്രമൊന്നും കൊണ്ടുവരാൻ ഹൈടെക് ആക്കാൻ നോക്കണ്ട. ഞാനൊരു ഹൈടെക് മദ്രസയുടെ ഉദ്ഘാടനം നടത്തി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം AC റൂമൊക്കെയാണ് കുട്ടികൾക്ക്. രാവിലെ മദ്രസ, AC, സ്മാർട്ട് റൂം, ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ കത്തുന്ന മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരർത്ഥത്തിൽ എനിക്ക് വിഷമവും തോന്നി. ഞാനതവിടെ തുറന്ന് പറയുകയും ചെയ്തു. അവർക്കൊക്കെ ഇഷ്ടമാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് മൂട്ടയും കൊതുവൊക്കെ കുത്തി പഠിച്ച ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ലഭിച്ച നന്മയൊന്നും ഒരു പക്ഷേ ഈ AC സമ്പ്രദായത്തിൽ ലഭിച്ചോളാൻ സാധ്യതയില്ല. സൂക്ഷിക്കണം. ഉസ്താദിന്റെ കാലത്തൊക്കെ ഒരു പക്ഷേ മൂട്ടയും കൊതുവൊക്കെ ചൊറി കുത്തി പഠിക്കാൻ തന്നെ ഒരു പ്രയോഗമുണ്ട് അല്ലേ? ദർസിൽ കൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ചൊറി വരും. അങ്ങനെ ചൊറി കുത്തി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഇന്നത്തെ ACയിൽ ചിലപ്പോൾ ഈ മദ്രസകളും വേദപാഠശാലകളും അല്ലെങ്കിൽ സൺഡേ സ്കൂളും മന്ദിരങ്ങളും ഒക്കെ ഹൈടെക് ആക്കുന്നതോട് കിട്ടുന്നില്ല. അതിനൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ടല്ലോ. ഇവിടെയാണ് മതത്തിൽ പെടുന്നവരെ പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ചിന്തകളാണ്. അല്ലാണ്ട് ഒരാളും ഒന്നും നമ്മൾ ആക്രമിക്കൂല. ഇസ്ലാമിനെ ആക്രമിക്കാൻ മറ്റു മതങ്ങളെ ഇവിടെ ചട്ടം കെട്ടിയിട്ടില്ല.
ഹിന്ദുക്കളെ ആക്രമിക്കാൻ മറ്റു മതക്കാർക്ക് ഇവിടെ വേറെ ഫണ്ടുകൾ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ ഇല്ലാതെയാക്കാൻ മറ്റു മതക്കാർക്ക് ആർക്കും കൊട്ടേഷൻ കൊടുക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആർക്ക് കൊട്ടേഷൻ കൊടുക്കപ്പെട്ടിട്ടുണ്ട്? അവനവൻ്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇത് വാങ്ങിയവർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ചതിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇതൊരു ചതിയാണ്. അറിഞ്ഞു ചെയ്യുന്നത് ചതിയല്ല, ഗുണ്ടായിസം എന്നാ പറയും. ഞാനിപ്പോൾ അവനോട് ഗുണ്ടായിസം കാണിക്കുന്ന എടാ മറ്റവനെ വിളിച്ച്, അത് ഗുണ്ടായിസമാണ്. പക്ഷെ അവൻ പോലും അറിയാതെ അവൻ്റെ കിഡ്നി വരെ അടിച്ചു മാറ്റി പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചതി. അത് അവൻ പോലും അറിയില്ല. നാളെ 2 ദിവസം കഴിഞ്ഞ് ഉറക്കോർന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓട്ട, എന്ത് പറ്റിയാവും? ആശുപത്രി ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നി ഇല്ല. ആര് കൊണ്ടുപോയി? ഇതിനാണ് ചതി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ അന്തസത്തയെ, മതങ്ങളുടെ അന്തസത്തയെ ചോർത്തിയെടുക്കാൻ നമ്മിൽ തന്നെ യുക്തിപരമായി ചിന്തിക്കുന്ന ചിന്താ പദ്ധതികളുള്ള ചില ആളുകളെ സൃഷ്ടിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവ്. ഇത് തുറന്ന് പറയണമെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ചിരിക്കണം. അല്ലാണ്ട് സ്വാമീൻ്റെ വിഷയം അമ്പലത്തിൽ മാത്രം പറഞ്ഞതുകൊണ്ട് ഇതിനൊരു പരിഹാരമാകുന്നില്ല. സ്വാമി ഇത്തരം ഇസ്ലാമിക വേദികളിലും വന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഭാഷയിൽ സംവദിക്കാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം. അതേപോലെ തന്നെ നിങ്ങളുടെ ആളുകളും അവിടെയും വരണം. അപ്പോഴാണ് നമ്മളൊക്കെ ഒരേ രീതിയിൽ പറ്റിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിവ്. നമ്മൾ ഒന്നിച്ചാൽ ഈ തിരിച്ചറിവുണ്ടാകും. ഈ തിരിച്ചറിവുണ്ടായാൽ നമ്മളിതിന് കൂട്ടായ പരിഹാരം കാണും. ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ എത്രയും പെട്ടെന്ന് ഹിന്ദുക്കൾ മാത്രമായി ജീവിപ്പിക്കുക. അവർ ഇസ്ലാമിനെ നോക്കരുത്, ചിരിക്കരുത്, വേദി പങ്കിടരുത്, അവരുടെ പരിപാടിക്ക് പോകരുത്, ഖുർആൻ ആയത്ത് കാണാപ്പാഠം പഠിക്കരുത്, രാവിലത്തെ പ്രാർത്ഥനയുടെ ഭാഗമായി ഒരു സ്വാമി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് അവരുടെ ഇഷ്ടം. അതാണ് അവരുടെ ഇഷ്ടം. അതിപ്പോൾ എന്തിനാ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ ഹിന്ദു മതത്തിൽ ശ്ലോകങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് അപ്പം രാവിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് ഓതുന്നത്? ഞാൻ പറഞ്ഞു അതെൻ്റെ ഇഷ്ടം, എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്, എൻ്റെ അമ്മയോട് കൂടിയുള്ള വസിയത്താണത്. അമ്മ മരിക്കുന്നവരെയും അത് ചൊല്ലിയിരുന്നു. അതെൻ്റെ ഇഷ്ടമാണ്, എനിക്കതിൽ ഇഷ്ടമുണ്ട്, അതിൽ ഗുണമുണ്ട്, മറ്റില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ശ്ലോകം ഒരു മൗലവി ചൊല്ലുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കായി എന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സാണ് അവരുടെ ആയുധം. അറിയോ, ഒരുപാട് മൗലവിമാരുമായിട്ട് ഞങ്ങൾ പല വേദികളിലും പങ്കെടുക്കാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ഞാൻ ഖുർആനും ആയത്തും ചൊല്ലി അങ്ങനെ വ്യാഖ്യാനിച്ച് എൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ അടുത്ത ആള് മഹാഭാരതവും ഭാഗവതവും ഉപനിഷത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് നന്നായി പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മൗലിയാരെ കാര്യം പോക്കാം. കാരണം എന്താ? മൂപ്പര് ഷിർക്കിലായിപ്പോയി, കുഫറായിപ്പോയി. കാരണം എന്താ? ശ്ലോകം ചൊല്ലിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനും ഞങ്ങളേന്ന് ഷിർക്കിൽപ്പെട്ട് അല്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയാണ് മതത്തെ മതം കൊണ്ടില്ലാതെയാക്കാൻ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി വിചാരിക്കുന്ന ആളുകളുടെ വിജയം ഇവിടെയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം ആര് വിജയിക്കണം. മതമാണോ വിജയിക്കേണ്ടത്? മതത്തിലൂടെ നമ്മുടെ പ്രവാചകന്മാരാണോ വിജയിക്കേണ്ടത്? നമ്മുടെ വേദഗ്രന്ഥങ്ങളാണോ ഇവിടെ വിജയിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ മതങ്ങളിൽ വിഭാഗീയതയില്ല, നിർബന്ധമില്ല, ഉറപ്പാണത്. അന്ധകാലഘട്ടത്തിൽ എന്നല്ല, ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു മതപരിവർത്തനങ്ങളും നടന്നതായി ചരിത്രത്തിന് തെളിയിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ രാജിവെക്കും ഈ പണിയെന്ന്. ഞാൻ വേറെ വല്ല പണിക്കും പോകും. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരിക്കൽ പോലും അദ്ദേഹം മതത്തിൽ നിർബന്ധം ചെലുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആ ബോധ്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നത് നിർബന്ധിക്കലല്ല. ഇപ്പൊ ഇന്നലെ വീട്ടിൽ ചെന്നു, മുബാറക്കിന്റെ ഏട്ടന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചോറുണ്ട്, കറികളുണ്ട്, എല്ലാമുണ്ട്. അവർ എന്നെ നിർബന്ധിച്ചു, ചോറുണ്ണാൻ വിളിച്ചു. ഞാൻ ചോറുണ്ടില്ല. കാരണം എന്താ? ഞാൻ രാവിലെ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കൂല, ഉച്ചയ്ക്ക് കഴിക്കൂല, വൈകുന്നേരം കഴിക്കൂല. 24 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കഴിക്കുകയുള്ളൂ. അത് നിർബന്ധിക്കും വേണ്ട, എന്തേലും ഉള്ളത് ചോദിച്ചു തിന്നുകയും ചെയ്യും. പക്ഷെ അവർ നിർബന്ധിച്ചു, അവർ ക്ഷണിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? നിർബന്ധപൂർവ്വം അവിടെ തിന്നാണ്ട കിടന്നുറങ്ങാൻ പറ്റില്ല, നിന്നെ തല്ലി ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു നിർബന്ധം വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പേടിച്ചിട്ട് തിന്നുമായിരുന്നു അല്ലേ? ഇവർ തല്ലിക്കൊന്നാലോ? അത്തരത്തിലുള്ള ഒരു ഹേമവുമില്ല. ഇക്രാഹ ഫിദ്ദീൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കണം.
അതിൻ്റെ അർത്ഥം പ്രബോധനം വേണ്ട, മറ്റുള്ളവരെ ദീനിലേക്ക് വിളിക്കേണ്ട, അതൊന്നുമല്ല. മുബാറക്കൻ്റെ വീട്ടിൽ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചോറുണ്ടെങ്കിൽ എന്നോട് ചോറുണ്ടെന്നോ എന്ന് ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. നല്ലതാണ്, നല്ല കറിയാണ്, ആലപ്പുഴയുടെ കറിയാണ്, നല്ല അരിയാണ്, കുട്ടനാട്ടിലെ അരിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്ത് ചെയ്യാം, പ്രേരിപ്പിക്കാം. പക്ഷെ തിന്നാണ്ടെങ്ങാനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിച്ചതിനെ കൊല്ലുന്ന കളയും, മര്യാദയ്ക്ക് തിന്നിട്ട് കിടക്കുന്ന ആ ഭാഷയല്ല മതപ്രബോധനം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആക്കിയെടുത്തത് ആരാണ്? അങ്ങനെ ആക്കിയെടുത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുണ്ടോ? ഒരു മതത്തിലും അത് പറയുന്നില്ല. ഉള്ളത് എന്തൊക്കെ മെനു ഉണ്ടെന്ന് പറയാൻ നമുക്കൊക്കെ അധികാരമുണ്ട്. അവർ പറഞ്ഞു കേട്ടോ, നല്ല കാര്യങ്ങളൊക്കെ, നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന കൂട്ടാനുകളൊക്കെ ഉണ്ട്, കഴിക്കണമെങ്കിൽ കഴിച്ചോളി എന്ന് പറഞ്ഞു. അവരവരുടെ കടമ നിറവേറ്റി. ഞാനതിൽ പെട്ടില്ല, ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് ശീലമില്ല. വൈകുന്നേരം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്കായി വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സന്ധ്യ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒന്നും തിന്നൂല. എന്നാലും അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ചായയും എൻ്റെ അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ബദാമൊക്കെ തിന്നു. എന്തെങ്കിലും അവർ ആദ്യമായിട്ട് വരികയല്ലേ ഇങ്ങനെ ഒന്ന് സൽക്കരിക്കണ്ടേ എന്ന കൂട്ടത്തിൽ. ഇത് തന്നെയാണ് മതത്തിൻ്റെയും വിഷയത്തിൽ. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഖുർആൻ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അള്ളാഹു പ്രഖ്യാപിച്ചത് തന്നെയാണ്. ഒന്നിനും നിർബന്ധം വെക്കരുത്. അതുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് പറയരുത്. യേശുവിൻ്റെ കാര്യത്തിലും ഇതുണ്ടായിരുന്നു. ഒരു കാര്യത്തിലേക്കും അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഏത് മതമാണ് ആരെയെ നിർബന്ധിച്ചിട്ടുള്ളത്? മതം പറയുന്നത് ഇതാണ്: ദൈവത്തോളം, ദൈവത്തിന് തുല്യരായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഖലീഫമാരായി, ദൈവികതയ്ക്ക് തുല്യമായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ലോകത്തിന് ഗുണകരമായത് സംഭവിക്കും. അദ്ദീനു നസീഹ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിന്തിക്കണം. അത് മാത്രമായിട്ടൊരു വയല് പരിപാടി നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ പരിപാടി? അദ്ദീനു നസീഹ, വയൽ പ്രോഗ്രാം ബൈ സ്വാമി ആത്മദാസ്യമി ധർമ്മഭാഷ ഒന്ന് വെക്കണമെന്നുണ്ട്. അത് മാത്രം, വേറെ ഒന്നും പറയില്ല. എങ്ങനെയാണ് ദീൻ ഗുണകാംക്ഷയുള്ളതായി മാറുന്നത്? ഇന്ന് പലപ്പോഴും ദീൻ ഗുണകാംക്ഷയല്ല എന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പെട്ടുപോയവരാണ് നമ്മൾ. വല്ലാത്തൊരവസ്ഥയാണത്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിപിടി കൂടുമ്പോൾ മാറി നിന്ന് മറ്റു ഗ്രൂപ്പ് ചോദിക്കുക, ദീന് കണ്ട ഈ അടി, സുജൂദിൽ പോകുന്നവന്റെ തലക്കടി, സുജൂദിന് എഴുന്നേറ്റ് ഓടുന്നവന് വേറെ അടി, പോലീസ്, പട്ടാളം, മഠങ്ങളിൽ അടി ഇടി, പള്ളികളിൽ കേസ്, കോടതി, അച്ഛന്മാർ തമ്മിലുള്ള വഴക്ക്, വിവാദങ്ങൾ, ഭൂമി വിവാദം. അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതേ വിഭാഗത്തിൽപ്പെട്ട നേതൃത്വത്തിനെതിരെ കോടതിയിൽ കേസ്. ഇതൊക്കെ കാണുമ്പോൾ ആരാ കൈയടിക്കുന്നത്? ഇത് കേൾക്കുന്ന ഇവിടെയൊന്നും അല്ലാത്ത ദൂരത്തിലിരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ മതത്തിലുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഇത് വ്യാപിച്ചു. നാം ഒന്നിച്ചു നമുക്കൊന്ന് തിരിച്ചു പോകണം. ഏതിലേക്ക്? അവനവൻ്റെ മതത്തിൻ്റെ നന്മയിലേക്ക്. റസൂലുള്ളാഹിയുടെ മതമൊക്കെ ഒന്ന്, റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ യുക്തിയൊന്നും പ്രയോഗിക്കരുത്. മതത്തെ മനസ്സിലാക്കുന്നിടത്ത് യുക്തിയില്ല. ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ യുക്തിയൊന്നുമില്ല. ദൈവം എനിക്ക് ഹൃദയപരമായ ഒരു ഘടകമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവികമായ ആ ഒരു മഹത്വത്തിനൊക്കെ ഇങ്ങനെ ഓർത്ത്, ഈശ്വരൻ്റെ ആ ഒരു എന്താ പറയുക, വൈഭവം എന്നൊക്കെയാണ് ഞങ്ങൾ പറയാം, അതിൻ്റെ ആ ഒരു ജലാത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു മഹിമ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് അങ്ങോട്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ ഒരു സുഖ. വേറെന്താ ഓർക്കാനുള്ളത് ഞങ്ങൾക്കൊക്കെ? ഈ സുഖത്തിന് എന്ത് യുക്തിയാണ് എനിക്ക് പറയാനുള്ളത്? ഒരു യുക്തിയില്ല. അങ്ങനെ ചിന്തിച്ചാൽ വല്ല എന്താ യുക്തിയൊന്നുമില്ല. യുക്തി കൊണ്ട് പറ്റൂല. ഇവിടെയാണ് ധർമ്മം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഗുണകാംക്ഷയുള്ളതായി ധർമ്മോ രക്ഷതിത രക്ഷിതഃ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ധർമ്മത്തെ ആചരിക്കുന്നവനെ ധർമ്മം തിരിച്ചും രക്ഷിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? അദ്ദീനു നസീഹ. ദീൻ ഗുണകാംക്ഷയുള്ളതാണ്, ധർമ്മം ഗുണകാംക്ഷയുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് പലപ്പോഴും ഗുണകാംക്ഷ ഇല്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് മൊത്തം ദോഷകരമായി ഭാവിക്കുന്ന രീതിയിലേക്ക്, മൊത്തം ദീനിനെ പറയിപ്പിക്കുന്നതായ രീതിയിലേക്ക്. അതുകൊണ്ട്
ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവിക വിഷയങ്ങളെ ദൈവം അവതരിപ്പിച്ചതിനപ്പുറം നമുക്ക് പറയാൻ അധികാരമില്ല. നമ്മൾ ഖലീഫമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ലോകത്തിലെ മനുഷ്യരെന്ന് പല വേദഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, പിതാവായ ദൈവത്തിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളൊക്കെ ഓരോരുത്തർ, നിങ്ങൾ മനുഷ്യൻ്റെ പുത്രന്മാരല്ലേ? അതെ, അല്ല ഇവർ മാത്രമല്ല കേട്ടോ, നിങ്ങളൊക്കെ മനുഷ്യപുത്രന്മാരും പുത്രിമാരുമാണ് ദൈവത്തിനെ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഏത് ദൈവം അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കത്തിന് മനുഷ്യൻ്റെ രൂപ. ഇന്ന് വേറൊരു രൂപത്തിലുള്ള ഒരു പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യനെപ്പോലെ ചിന്തിക്കുകയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മതം പ്രസക്തമാക്കാൻ നമുക്കാണ് ദൈവം അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് റീതിങ്കിങ് അല്ലെങ്കിൽ റീഡിങ്, പുനർവായനയ്ക്ക് നമ്മളൊന്ന് പാത്രീഭവിക്കണം, അല്ലെങ്കിൽ ഒന്നും കൂടി പുനർവായന നടത്തി തുടങ്ങണം. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഒരു പുനർവായന, പുനർവിചിന്തനം ഉണ്ടാവണമെന്നാണ്. ഇന്ന് ദൈവം സത്യത്തിൽ നമുക്കൊക്കെ ആരാ? നാട്ടുകാരോട് ചോദിച്ചാൽ വിശ്വാസമുണ്ടെന്ന് പറയാനല്ലാതെ ഹൃദയത്തിൽ നിന്റെ തൊണ്ടക്കുഴിയേക്കാൾ ഞാൻ നിനക്ക് സമീപസ്ഥനായിരിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറ. ആ തൊണ്ടക്കുഴിയേക്കാൾ അടുത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അടുത്തു? തൊണ്ടക്കുഴി എനിക്കെത്ര അടുത്താണ്? ഞാൻ എവിടെയാണാവോ? അപ്പൊ പിന്നെ എന്നെക്കാളും അടുത്ത് നിൽക്കുന്ന, അതിനേക്കാൾ നിന്റെ പ്രാണനേക്കാൾ അടുത്ത് നിൽക്കുന്ന ആ ദൈവിക വ്യവസ്ഥയെ എത്ര പേര് അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട്? അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾക്ക് തന്നിരിക്കുന്ന മതപരമായ എക്സർസൈസ് എന്താ? ദൈവത്തിന് തലകൊണ്ട് മനസ്സിലാക്കാൻ. എങ്ങനെ മനസ്സിലാകും? അക്ഷരമറിയാത്ത ഒരാളെ കൊണ്ട് സംഗതികൾ ഇത്രയും ചെയ്യിപ്പിച്ചു എന്നതിൽ എന്ത് യുക്തിയുള്ളത്? ഇതിനൊന്നും യുക്തിപരമായ മറുപടിയൊന്നുമില്ല. അലിഫ് എന്നൊരു വാചകം, ഒരു വാക്കാണ് ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം. ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം ഏതാ? ആദ്യത്തെ അക്ഷരം. ഇംഗ്ലീഷിൽ ഏന്ന് എഴുതണമെങ്കിൽ ഇങ്ങോട്ടിട്ട് പിന്നെ അതിന് വെട്ടുവിടണം. മലയാളത്തിൽ ആന്ന് എഴുതണമെങ്കിൽ ഇല്ലേ എന്തൊരു ബുദ്ധിമുട്ടാ. ആ എഴുതി വരുമ്പോഴേക്കും. പക്ഷെ അറബിയിൽ ഏറ്റവും സിമ്പിൾ ഒരു വര, ഒരു കുതിരക്ക് പോലും അലിഫ് എന്ന് എഴുതാം. പശുവിന് അലിഫ് എന്ന് എഴുതാം, കാലൊന്ന് തോണ്ടിയാൽ മതി. ഒരു മൃഗത്തിന് പോലും എഴുതാവുന്ന അത്രയും സിമ്പിൾ വാക്കാണ് അലിഫ്, ആദ്യ അക്ഷരം. ആ അലിഫ് എന്താണെന്ന് പോലും അതിന് മേലെയും താഴെയും എന്താ പറയുക, സദ്ദും മദ്ദും കിസ്റവും പുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിരക്ഷരകക്ഷിയായ ഒരു പ്രവാചകനെയാണ് ഇക്കണ്ട വിജ്ഞാനങ്ങൾ മുഴുവനും നൽകി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൽ എന്ത് യുക്തിയാണുള്ളത്? അതിൽ യുക്തികൾ അന്വേഷിക്കേണ്ട, അത് ദൈവിക പദ്ധതിയാണെന്ന് അംഗീകരിച്ചാൽ മതി. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇത് ദൈവികത പദ്ധതിയാണെന്ന് പറഞ്ഞ് ചോദ്യോത്തരങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുമ്പോഴാണ് മതം പ്രസക്തമാകുന്നത്. അങ്ങനെ മതം പ്രസക്തമായെങ്കിൽ മാത്രമേ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ആരോ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഭാഷകൻ, എനിക്ക് തോന്നുന്നത് സ്വാഗതം അല്ല, അതിൻ്റെ ഫസ്റ്റ് സ്വാഗതം പ്രസംഗം പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ ഇവിടെ ട്രസ്റ്റുകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ എണ്ണത്തിന് ഇവിടെ ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കണം മതപരമായി നിൽക്കുന്ന ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കണം? ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉസ്താദിനെയൊക്കെ നമ്മളൊന്ന് സ്മരിക്കേണ്ടത്. ഷെയ്ഖുനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഗുരുവിൻ്റെ റോള്? ഞങ്ങളുടെ രീതിയിലൊക്കെ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലാതാക്കും. രകാരോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉൽപ്പത്തിയൊക്കെ പറയാറുണ്ട്, ഞാനവിടെ പറയുന്നില്ല. ഗുരുവിൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നമ്മളിലെ അന്ധകാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതായത് യുക്തിയാണ് ഇവിടുത്തെ അന്ധകാരം. സത്യത്തിൽ ഒരുപാട് യുക്തിയിലേക്ക് പോകരുത്. ദൈവമേ, എനിക്ക് ആ യുക്തി ഒന്ന് കുറച്ച് തന്നുകൊണ്ട് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, അതിന് ചിലപ്പെങ്കിൽ എനിക്ക് ഗുരുവിനെ സേവിക്കേണ്ടി വരും, ഗുരു പറഞ്ഞത് കേൾക്കേണ്ടി വരും, ഗുരു വേണ്ട. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
മൂല്യന്മാരോടും അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കോഴ്സിന് വരണമെന്ന് ചോദിക്കാൻ പറയും, പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ കേട്ടിരുന്നു, അവിടെ ഇരിക്കി, ഏത് വലിയ മുതലാളിയാണെങ്കിലും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ആലിമ് പറഞ്ഞതാണ്, മൗലിയാർ പറഞ്ഞതാണ്, മൗലവി പറഞ്ഞതാണ്, ഖത്തീബ് പറഞ്ഞതാണ്, ഇടവക അച്ഛൻ പറഞ്ഞതാണ്, മെത്രാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇന്ന് ആദ്യം പറയും, നിങ്ങൾ അങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇവിടെ, നാളെയല്ല അടുത്ത ബാങ്ക് മുതൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, പിരിച്ചട വിടും, നമുക്ക് പറ്റുന്ന ആളെ കൊണ്ടുവരും, നമ്മൾ വീട് പട്ടിണിയാകും. അതോടുകൂടി ഇന്നപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നടത്തിക്കോളിയാറ് അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതൊരു പള്ളിപ്പണിയാക്കി നമ്മൾ മാറ്റിയെടുത്തു. ആര്? സത്യം പറയാൻ അവർക്ക് നമ്മൾ കൂച്ചുവിലങ്ങുകൾ ഇട്ടു. അതുകൊണ്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കത്തോലിക്ക സഭയിലെ ഏറ്റവും പരമ അധ്യക്ഷനായിരിക്കുന്ന മാർ ആലഞ്ചേരി പിതാവിനെ വരെ മാറ്റണമെന്ന, എങ്ങനെ അതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യം, ഇവർക്കിപ്പോൾ എന്താ മനസ്സിലാകാത്തതെന്നുള്ള, ഈ പുറത്ത് നിൽക്കണ നമുക്കൊക്കെ ഇത് മനസ്സിലാകുന്നത് വലിയ കളിയാണെന്നുള്ളത്. പക്ഷെ അതിലുള്ളവർ ഇപ്പോഴും ഇതിലെന്തോ വലിയ, അയാളിനിപ്പോൾ അയാൾ തെറ്റ് ചെയ്തു തന്നെ കൂട്ടിക്കോട്ടെ, അയാൾ 100% തെറ്റ് ചെയ്താലും അതിനെ സമീപിക്കേണ്ടുന്ന രീതി ഇങ്ങനെയായിരുന്നില്ല. അതാണ് തെറ്റിന് തിരുത്തലുകളും ഒക്കെ വേണ്ടെന്നല്ല പറയണത്, സഹിച്ചോളാനൊന്നുമല്ല കേട്ടോ പറയണത്. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാള് അല്ലേ, അവരെ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുമുള്ള കൃത്യമായ അറിവുകൾ നമുക്കുണ്ടാവണം. പലപ്പോഴും ഇത് ഇനിയും തിരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇതൊക്കെ മാറിപ്പോയി. ആരാണ് ജയിക്കുന്നത്? അപ്പം അദ്ദേഹം വന്നപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലാവില്ല. ഞങ്ങൾ പറഞ്ഞു വന്നു, നമ്മളിത് 150 ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനമുണ്ടായിരുന്നു മതങ്ങളെ അപ്രസക്തമാക്കാൻ. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മറ്റു മതങ്ങളെ അല്ല കൊട്ടേഷൻ കൊടുത്തത്, അതാത് മതത്തിൽപ്പെട്ട പൊന്തണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വാർത്ഥത ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരതിന് തിരഞ്ഞെടുത്ത് പുതിയ ആശയങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ഇടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ മൂപ്പര് കരുതും, മൂല്യന്മാർക്ക് ഇയാൾ സപ്പോർട്ട് പറഞ്ഞിപ്പോൾ പോവുകയാണല്ലോ, നാളെ വരും വല്ല തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈകി വന്നവരോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താണെന്ന് പറഞ്ഞത് ഒരൊറ്റ വാചകത്തിൽ. ഇതിൽ നമ്മൾ പെട്ടു. കാരണം അവർ ഉപയോഗിച്ച ടൂൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ എന്ന് പറയുന്നത്, ഇതൊരു സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്റെ ഭാഗം, ഒരു സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് ഞാനീ പറയണത്. എല്ലാ മതങ്ങൾക്കും ബാധകമായതുകൊണ്ട്, അല്ലാതെ ഇസ്ലാമിനെ മാത്രം തകർക്കാനല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ, ഇത്ര കാലം ഇവിടെ ഹിന്ദുമതം ഉണ്ടായി, ഇനിയും ഹിന്ദുമതത്തിന് ഭരണഘടനാപരമായ ഒരു അസ്തിത്വം പോലും ഇവിടുത്തെ നായകന്മാർ, ഹിന്ദുമത നായകന്മാരുണ്ടാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയത്? അടിസ്ഥാനപരമായ ഹിന്ദുവിന്റെ രാജ്യമാണ് ഹിന്ദു എന്നൊക്കെ പറയുന്നവർ പോലും ഭരണഘടനാപരമായി ഹിന്ദു മതത്തിനൊരു അസ്തിത്വം പോലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? ഫണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതവിഷയം അവിടെ ഒരു പ്രാധാന്യമാക്കി എടുത്തില്ല. ഇവിടെയാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്. എനിക്കും ഡ്യൂട്ടി ഉണ്ട് ആ കാര്യത്തിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ശബരിമല വിഷയം തോറ്റുപോയത്. തോറ്റെന്നോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വിഷയത്തിൽ കോടതികൾ ഇടപെടുമ്പോൾ അതൊരു മതവിഷയമായി പരിഗണിക്കാതെ വെറുമൊരു ക്ഷേത്ര വിഷയമായി പരിഗണിച്ചതിൻ്റെ പേരിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല അത്രേ. ഭരണഘടനാപരമായും നിയമപരമായും ഒരു മതം നിലവിലില്ല. ഇനി അടുത്ത വിധികളൊക്കെ വരാൻ പോകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതവും ഇല്ല. ഉള്ളത് സുന്നിയുണ്ട്, ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, യാക്കോബുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്ക ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നാണ് ഇവിടുത്തെ. ഇതൊക്കെ ആരാഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക? ഇവിടെ തല്ലുകളൊക്കെ നിർത്തി നമുക്കൊരു അസ്തിത്വത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു തലയെക്കെട്ടിന് ഞാനിങ്ങനെ എവിടെയോ ഒരു തമാശ പറഞ്ഞു, അതൊന്നും ഇങ്ങനെ വൈറലാവുന്ന കരുതി പറഞ്ഞൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പേരിൽ വരെ നമ്മളിവിടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നാളൊരു കേസ് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായ ഒരു മതം പോലും അല്ല എന്ന് പ്രസ്താവിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചിട്ട് എന്ത് മതപ്രവർത്തനം നമ്മളിവിടെ ചെയ്യുന്നത്? എനിക്കറിഞ്ഞുകൂടാ എന്താണ് നമ്മുടെയൊക്കെ ഉദ്ദേശം എന്നുള്ളത്.
അതുകൊണ്ട് മാറണം, മാറ്റി ചിന്തിക്കണം. അതിനുള്ള വേദി ഇവിടെ ഉണ്ടാവണം, അതിനുള്ള ചിന്തകൾക്കുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവണം. ആളുകൾക്ക് കുറച്ച് അരിയും പൊരിയും മാത്രം കൊടുക്കുക, കിഡ്നി മാറ്റിവെക്കാൻ സഹായം കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ആദ്യത്തത്. അത് ചെയ്യാൻ ഇവിടെ മതമുള്ളവരും ഇല്ലാത്തവരും മത്സരിക്കുന്നുണ്ട്, അതും വേണം. കാരണം ദൈവത്തിനെ ജനത്തിനെ ജനാർദ്ദനായി കണ്ടുകൊണ്ടും നരനെ നാരായണനായി കണ്ടുകൊണ്ടും മാധവനെ മാനവനായി കണ്ടുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം, അല്ലേ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാഹും അജ്റഹും ഇൻദ വഅമില സ്വാലിഹൈൻ ഫലാഹും അജ്റഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക, ആഖിറുണ്ടെന്ന് അംഗീകരിക്കുക. പിന്നെ അമലുകൾ നല്ല സ്വാലിഹുകളായിട്ടുള്ള നല്ല സ്വീകരിക്കപ്പെടുന്നതായ അമലുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് പേടിയില്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേടിക്കാതെ ഇരിക്കണമെങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ എന്നത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവവിശ്വാസത്തോടൊപ്പം സഹജീവികളോടുള്ള കാരുണ്യവും നന്മയും ഉണ്ടാകണം. ഇവിടെയെങ്കിലും ഈ ശാന്തിപ്രഭ ട്രസ്റ്റിനെങ്കിലും അതുണ്ടാവട്ടെ. കൃത്യമായ ദൈവശാസ്ത്രപരമായി എങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ലോകത്തെ ചെറിയ കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പല കുട്ടികളും ഇപ്പോൾ എനിക്ക് വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സന്തോഷം തോന്നി തുടങ്ങിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രീക്കന്മാർ പറഞ്ഞ് നടക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട്, സത്യം പറഞ്ഞാൽ അവരിലൂടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നന്മകൾ ഇനി വരാനുണ്ട്. കാരണം അവരൊക്കെ ഞങ്ങളോടൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിസ്കാരം തുടങ്ങി. ഞാൻ ആരോട് നിസ്കരിക്കാനൊന്നും പ്രബോധിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരാളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിസ്കരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മതത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എനിക്ക് ലഭിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എനിക്ക് നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്നാണ് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അങ്ങനെയെങ്കിലും നമുക്ക് അവിടെ വല്ല കാറ്റോ വെളിച്ചോ ഒരു തുള്ളി നീരോ ഒക്കെ കിട്ടിയാൽ അൽഹംദുലില്ലാ, നടന്നു പോട്ടെ. അങ്ങനെ ഒരാളെങ്കിലും നിസ്കരിക്കാൻ പറയുമ്പോൾ ഒരു ഫിത്തനല്ലാതെ ആക്കിയവന് വരെ ഇവിടെ എന്തുണ്ട്, ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു മുള്ളെടുത്ത് വിടുന്നവന് ഈമാൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുള്ള് കണ്ടാൽ എന്തെല്ലാം വഴിയിൽ എന്ത് ദുർഘടങ്ങൾ കണ്ടാലും അത് എടുത്തിട്ട് പോകുന്നവൻ എന്തുണ്ട്? അപ്പം മതജീവിതത്തിൽ ഒരാൾക്ക് ദൈവത്തിനെ തിരിച്ച് ആരാധിക്കാനുള്ള അവസരം എൻ്റെ വാക്കുകളിലൂടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. ആ ദർജ ഉയർത്താൻ, ഇസ്ലാമിൻ്റെ ദർജ അല്ലെങ്കിൽ മതങ്ങളുടെ ദർജ ഉയർത്താൻ ഞാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെയാണ് മതം പ്രസക്തമാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. തിരിച്ചു കൊണ്ടുവരണം കുട്ടികളെ നമ്മുടെ മതജീവിതത്തിലേക്ക്. മതം പ്രസക്തമാണ്, അത് പ്രസക്തമായേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ രാവിലെ ഓച്ചിറയിൽ അൻവാറുൽ മുസ്ലിം സംഘത്തിൻ്റെ അവരുടെ സന്നദ്ധ പ്രവർത്തനവും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹ വിവാഹത്തിലും മുഖ്യ പ്രഭാഷകനായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ കിഡ്നി ഫൗണ്ടേഷനും കിഡ്നിയുടെ കാര്യങ്ങളൊക്കെ പറയണപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ ഈ കിഡ്നീൻ്റെ സൂക്കട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? ആരോ അതിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു. നമ്മുടെയൊക്കെ തീറ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തിന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഓവർ ലോഡ് എടുക്കണോണ്ട് തന്നെയാണ്. എന്തൊക്കെയാ തിന്ന് കൂട്ടുന്നത്? ഈ കണ്ട വെള്ളത്തിലൊക്കെ എന്താ കലക്കി, ഏത് കെമിക്കലാണെന്നുള്ളത് നമുക്ക് വല്ലതും അറിയോ? മതത്തിന് ഇതിനൊന്നും പറഞ്ഞു കൊടുക്കാനില്ലേ? ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മതത്തിൽ ഫിഖുകളില്ലാഞ്ഞിട്ട, മസലകളില്ലാഞ്ഞിട്ട, എന്ത് കഴിക്കണമെന്നതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രസക്തമല്ല. ഇതൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ ആൾ കൂടൂല. അപ്പോൾ ഇത് എന്ത് തിന്നോ, ഇത് എവിടെയും കൊണ്ട് കിഡ്നി കാണിച്ചോ, ഏത് ഡോക്ടറെ അടുത്തും പോയിക്കോ, ഇവിടെ ഒന്ന് വന്നിരുന്ന് തന്നാൽ മതി എന്ന് പറയുന്ന കോംപ്രമൈസ് അല്ല മതം. ഒപ്പം നിൽക്കുന്നവൻ്റെ ആരോഗ്യവും അവൻ്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ വിഷയങ്ങൾക്കും മതത്തിന് പരിഹാരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പരിഹാരം കിഡ്നി ഫൗണ്ടേഷനിൽ അന്വേഷിക്കും. ആ അന്വേഷണമാണ് ഇങ്ങനെയുള്ള ഒരുപാട് കിഡ്നി ഫൗണ്ടേഷൻ, കിഡ്നി ഡയാലിസിസ് സെൻ്ററുകളും മറ്റ് ക്യാൻസർ സെൻറ്റർ ഇപ്പം എല്ലാവർക്കും വേണ്ടെന്നറിയാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ക്യാൻസർ സെൻറ്റർ വേണം. എന്തേ വന്നാൽ വേണം, നടന്ന് പോകാമല്ലോ. അപ്പോൾ ഉറപ്പിച്ചിരിക്കണം എന്ത് വരും എന്നുള്ളത്. അല്ലെങ്കിൽ കിഡ്നിക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ലയ്ക്ക് എല്ലാ ജില്ലയിലും
ഒരു 10-15 സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണ്. ഇതാണോ വളർച്ച? ഇതിൽ മതത്തിനൊന്നും പറയാനില്ലേ? എന്തിനാണ് നോമ്പ് എന്ന് പറയുന്ന വ്രതങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്? ആഹാരവുമായി മനുഷ്യന്റെ ആ ബന്ധത്തെക്കുറിച്ച് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ഇടേണ്ടതുണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു കാരക്ക കൊണ്ടും വെള്ളം കൊണ്ടും ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് എന്ന് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഈ വർഷത്തെ നോമ്പ് മുഴുവൻ ഞാൻ ഇടയ്ക്ക് എല്ലാ കൊല്ലം നോക്കാറുണ്ട്. പക്ഷെ ഇക്കൊല്ലം വളരെ അധികം നോമ്പ് നോറ്റു. വളരെ സുഖമല്ല, കാരണം രാവിലെ തിന്നുള്ളൂ. അത് രാവിലെ 9:30 തിന്നണമെന്നുള്ളത് സുബൈ വാങ്ങിൻ്റെ മുമ്പ് തിന്നും. പിന്നെ വെള്ളം കുടിക്കണ്ട. വൈകുന്നേരം ഒരൊറ്റ കാരക്ക കൊണ്ടും ഒരു കവിള് സംസം വെള്ളം, അത് അജ്വാൻ എന്ന് പറഞ്ഞ കാരക്ക, അജ്വ എന്ന് പറയുന്ന കാരക്ക എനിക്കൊരു ഉസ്താദ് കൊണ്ടു തന്നുകൊണ്ട് നബിയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ മരത്തിൽ നിന്നുള്ളതാണ് ആ അജ്വ എന്ന് പറയുന്ന കാരക്ക. ഒരൊറ്റ കാരക്കയുടെ പകുതി മതി. പിന്നീട് ഒരു ഭക്ഷണം കഴിക്കില്ല. നോമ്പ് തുറക്കണമല്ലോ എന്നതുകൊണ്ട് മാത്രം അജ്വയും സംസം വെള്ളവും മാത്രം ഉപയോഗിച്ചു. ഇല്ലെങ്കിലോ മറ്റു ദിവസങ്ങളിൽ അതുപോലുമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കി, ഇത് വളരെ എളുപ്പമുള്ള, ഇത് പ്രാക്ടിക്കലാണ്. നമ്മളെന്താ പറയുക, നബിക്കൊക്കെ പറ്റൂ, അത് നമ്മളൊക്കെ ഇപ്പം അത് പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളൊക്കെ ഇപ്പം അങ്ങനെ ആരായി? ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്തായിരുന്നു എനിക്ക് കൂടുതൽ ഭക്ഷണം. കാരണം എന്താ, ഈ അജുവും പിന്നെ സംസം വെള്ളവും എനിക്ക് കൂടുതലാ. അതായത് ഒരു കാരക്ക വെള്ളവും സംസം വെള്ളവും പോലും അധികമാകുന്നൊരു ഡയറ്റിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. റസൂലുള്ളാഹിയുടെ സുന്നത്ത് പറഞ്ഞാൽ എന്താണാവോ അല്ലേ? മൂപ്പര് പറഞ്ഞാൽ നേരെ എതിര് പോകുക എന്നുള്ള, കാട പൊരിച്ചതും കാരക്ക മുക്കിപ്പൊരിച്ചതും കാരക്ക കിടത്തിപ്പൊരിച്ചതും മരത്തിപ്പൊരിച്ചതും പഴം മുങ്ങിപ്പൊരിഞ്ഞതും മുങ്ങാതെ പൊരിച്ചതൊക്കെയാ. അല്ലാഹു ആയല്ലോ, ഞാനൊന്നും പറയണില്ല, നിങ്ങൾ പിന്നെ അതിനുള്ള മസലയൊക്കെ ഉണ്ടായിക്കോളി. എവിടെയോ മതം അപ്രസക്തമാണെന്നുള്ള ശക്തമായ വാദം എനിക്കുണ്ട്. ആ മതം അപ്രസക്തമാക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. സിറാത്തുൽ മുസ്തഖീം, നിന്നാൽ ശപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, നിന്നാൽ പുകഴ്ത്തപ്പെട്ടവരുടെയും നിന്റെ സത്യമാർഗത്തിൽപ്പെട്ടവരുടെയും ഒക്കെ മാർഗത്തിലാണ്. നമുക്കൊക്കെ എന്ത് വല്ല ഉറപ്പും കിട്ടിയിരിക്കണോ ഈ കാര്യത്തിൽ? NOC വല്ലവർക്കും പൂർണ്ണമായും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ അതിൽ അയക്കണമെന്നുള്ളത്? അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പിന്നെ ചൊല്ലാൻ പാടില്ല. ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷപ്പണ് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പല്ലി എനിക്കത് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുത്ത നിസ്കാരത്തിൽ എന്നോട് പറയാൻ പാടുണ്ടോ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥന ചൊല്ലാൻ 17 പ്രാവശ്യം വീണ്ടും ഞാൻ ചൊല്ലണം? അതിൻ്റെ അർത്ഥം എന്താ? തൗഫീക്കും ഹിദായത്തും പൂർണ്ണമാക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വൺ ടൈം ഒരൊറ്റ അടവിൽ കിട്ടുന്ന സാധനമൊന്നും അല്ലത്. ഇതിങ്ങനെ ദിവസം അടവാ. അതിൻ്റെ ഒരു പരിപൂർണത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. ഏത് തരം വിശ്വാസമുണ്ടായാലും വേണ്ടിയില്ല, ദൈവമേ നിന്റെ മുമ്പിൽ പ്രീതി കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കണമേ. എൻ്റെ ഒരു പ്രവൃത്തിയും നിന്റെ പ്രീതിയിൽ നിന്ന് എന്നെ തള്ളിക്കളയുന്ന രീതിയിൽ ആവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചാൽ ഓരോ ചുവടുവെപ്പിലും, ചില സമയത്തൊക്കെ എൻ്റെ മോനുമായിട്ട് മോൻ എന്ന് പറഞ്ഞാൽ മുരീദുമായിട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കും, നല്ല ഡ്രൈവറാണ്. ചിലപ്പോൾ ഈ പറഞ്ഞാൽ നിർത്തുക അറിയാം. അപ്പം അങ്ങനെ നല്ല റോഡൊക്കെ കാണുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ വല്ല കല്ലൊക്കെ എടുത്തിടാൻ ഞാൻ പിന്നിക്കൊക്കെ നടക്കും. ഓൻ പറഞ്ഞെങ്കിൽ വേറെ പണിയുണ്ടോ? ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ആരെടുത്തിടും? ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ ഖുർആൻ ഓതി എന്താ പറയുക പ്രസംഗിച്ചതുകൊണ്ട് മാത്രമായോ? ഞാൻ നബിയുടെ അനുയായി ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മുള്ളു കണ്ടാൽ എടുത്തിടണം. കാറിൽ പോണവർക്ക് ഇത് ബാധകമല്ല എന്ന് മസല കൊണ്ടുവരരുത്. കാറിൽ പോയാലും കല്ല് കണ്ടാൽ ഓടിക്കുകയാണ്, ഓനിത് കാണുന്നില്ല. കാണുന്നത് ആരാ? ഈ റോട്ടിൽ കൂടെ നോക്കണം ഞാനാണ്. അത് കണ്ടിട്ട് അതിൽ എടുത്തിടാണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ ഇഖ്ലാസ് പൂർണ്ണമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ മതം പ്രസക്തമാക്കുന്നവരുടെ എണ്ണം കൂടും. മതം പ്രസക്തമാകുമ്പോൾ അദ്ദീനു നസീഹ എന്നുള്ളത് പുലരും. അങ്ങനെ ധർമ്മത്തെ ആചരിക്കുന്നവരെ രക്ഷിക്കും. അങ്ങനെ ധർമ്മത്തെ ആചരിക്കുന്നവരെ രക്ഷിക്കുന്നവരെ പ്രവാചകനും അതിൻ്റെ ഗുരുക്കന്മാരും സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ അവരുടെ ഇച്ഛയ്ക്ക് അവരുടെ നന്മയ്ക്ക് പാത്രമായവരെ ദൈവം തള്ളിക്കളയൂല. ഇതിങ്ങനെ തുടങ്ങണം. അല്ലാതെ എല്ലാവരും പറയും നിങ്ങൾ
ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ഇത് എങ്ങനെയെന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്യേണ്ടുന്ന കടമകൾ അത് എത്ര ചെറുതാണെങ്കിലും അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇവിടെ സാറാണ് പറഞ്ഞത് തോന്നുന്നു, രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ രാത്രി പോയിട്ട് മത്സരിക്കുകയായിരുന്നു ഒരു വൃദ്ധയെ കുളിപ്പിച്ച്, അല്ലേ? ഇങ്ങനെ മത്സരിക്കുന്നുണ്ടോ നന്മ ചെയ്യാൻ വേണ്ടി? നമ്മൾ ആരാണ് എന്നെക്കാൾ മുമ്പേ ചെന്നുകൊണ്ട് ഈ വൃദ്ധയുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത ആ വൃദ്ധയെ പോറ്റുന്നത് എന്നറിയാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറേ ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അബൂബക്കറാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ. എന്തേ സഹാബിമാർക്കത് കഴിഞ്ഞത്? കാരണം സഹാബത്ത് പഠിച്ചത് നേരിട്ട് നബിയുടെ ചര്യകളായിരുന്നു. ഞാനും എൻ്റെ സഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി ഇവിടുന്ന് പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നമ്മളിത് കൊണ്ടെത്തിക്കുന്നത്? പച്ചയായ മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട്, ആ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മതങ്ങൾ പ്രസക്തമല്ല. ഇവിടെ ആരോ പറഞ്ഞു, കിഡ്നിയുടെ കാര്യം വരുമ്പോൾ മതം ഒരു പ്രശ്നമല്ല. ഒരു ബ്ലഡിൻ്റെ ആവശ്യം വരുമ്പോൾ ഓ പോസിറ്റീവ് മുസ്ലിം രക്തം വേണമെന്ന് ആരും പറയാറില്ല. ഓ പോസിറ്റീവ് രക്തം എന്നേ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയി കിട്ടിയാൽ ഒന്നുകൂടി നല്ലതേക്കാരോ, അത് കുറച്ചുകൂടി ഇഹ്ലാസ് കൂടുന്ന ഒരു പരിപാടി. ഓ പോസിറ്റീവ് മുസ്ലിം രക്തമാണെങ്കിൽ, അല്ല, അങ്ങനെ ചിന്തിപ്പിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീരുമാനിക്കുക, നമ്മൾ മറുഭാഗത്ത് പെട്ടുപോയി. ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പേപ്പറിൽ ഞാൻ അതിൻ്റെ കട്ടിങ് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓ പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ട്, മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട്. ഞാൻ എഴുതിയ എഡിറ്റർക്ക്, ഇനി മേലാൽ നിങ്ങളുടെ പത്രത്തിൽ ജാതി തിരിച്ചുള്ള അവയവങ്ങൾക്കുള്ള പരസ്യം കൊടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും അൽഹംദുലില്ലാഹ് അതിനുശേഷം ആ പരസ്യം അങ്ങനെ പിന്നീട് വന്നിട്ടില്ല. വരുമ്പോൾ പറഞ്ഞോട്ടെ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ പത്രത്തിൽ കൊടുക്കുക, ഓ പോസിറ്റീവ് മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കിഡ്നി ഉണ്ടോ? അറിഞ്ഞൂടാ. ഇവിടെ നമ്പൂതിരീൻ്റെ ഹൃദയം ഇല്ലേ വെച്ചു പിടിപ്പിച്ചത് നേരെ തിരിച്ചും പശുവിനെ തിന്നുന്ന അല്ലെങ്കിൽ ബീഫ് മാത്രം കഴിച്ചിരുന്ന ഒരാളുടെ ഹൃദയമാണ് നമ്പൂതിരിയുടെ ഹൃദയമായി മാറിയത്, അല്ലേ? അവിടെയൊന്നും വിശ്വാസങ്ങളും ഒന്നും പ്രശ്നമായില്ല. ഇവിടേക്കാണ് നമ്മളിന്ന് തീരുമാനിക്കേണ്ടത്. അധികം സമയം ഞാൻ എടുക്കുന്നില്ല, ഏകദേശം 1 മണിക്കൂറെങ്കിലും, അല്ലേ? മുഖ്യ പ്രഭാഷണം എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് കുറച്ചധികം പ്രസംഗത്തിലേക്ക് പോയി എന്ന് മാത്രം. പറയുന്നത് വളരെ വിഷമത്തോടു കൂടി. അതുകൊണ്ടാണ് ഞാൻ വലിയ പ്രാസംഗികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയകളിലൊന്നും നമ്മൾ പ്രസിദ്ധപ്പെടുത്താനും പോകാറില്ല. പക്ഷെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, മതത്തെ സ്നേഹിച്ചുകൊണ്ട്, പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് ചില ചിന്തകൾ പറയുകയാണ്. നമ്മളല്ലാണ്ട് ഇത് ദീൻ പൂർണ്ണമാക്കാൻ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മലക്കുകൾ ഇറങ്ങൂല. പക്ഷിമൃഗാദികളോട് ദീൻ പൂർണ്ണമാക്കാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം മനുഷ്യനാണ് ഇതിനെ ഏൽപ്പിക്കപ്പെടുന്നത്. ഈ മനുഷ്യത്വത്തിൻ്റെ ആ മനുഷ്യൻ്റെ ചെളിത്തരം, ചെളിയിൽ നിന്നുണ്ടായവൻ ആ ചെളീൻ്റെ സ്വഭാവം ഉണ്ടാവും, ആ അശുദ്ധി ഉണ്ടാവും. അത് ദിവസവും നമ്മുടെ ആരാധന എന്ന് പറയുന്ന ആരാധന നമുക്കൊരു യുദ്ധമാണ്, ഒരു ശുദ്ധീകരണം നമുക്ക് യുദ്ധമാണ്. ആരാധന എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളുടെ വാഴ്ത്തുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും നന്മയും ശുദ്ധിയും നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ദൈവമേ നീ വലിയവനാകുന്നു എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം കൂടുക. അല്ല ദൈവമേ നീ വളരെ ചെറിയവനാണെന്ന് പറഞ്ഞാൽ എന്തൊരു ആത്മവിശ്വാസം അതിലുള്ളത്. ഇപ്പം എനിക്ക് എന്നേക്കാൾ പദവിയിലിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കലും അല്ല, അങ്ങനെയൊക്കെയാണ് അല്ലേ? അപ്പം നിങ്ങൾ SIനെ കാണാൻ പോയി, SIൻ്റെ കസേരയിൽ കയറി കയ്യും കാലും കയറ്റിച്ചവിടെ ഇരിക്കുമോ? SIൻ്റെ കസേരയിൽ കയറിയിട്ട് എന്താ ഇരുന്നാവല്ല നിയമപരമായിട്ട് തെറ്റുണ്ടോ? അതിൽ അഡ്വക്കേറ്റൊക്കെ അവിടെ പറയണം. ഇല്ല, ഒരു തെറ്റും പറയാനില്ല. ധാർമ്മികമായ തെറ്റുണ്ടോ അതിൽ? ഒരു കസാര അതിൽ കയറി ഇരുന്നാൽ എന്താ കുഴപ്പം? പക്ഷേ അയാളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു, സല്യൂട്ട് അടിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, സലാം പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ സലാം പറയുന്നവൻ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഏറ്റവും ബൃഹത്തായിട്ടുള്ളവൻ, പരബ്രഹ്മമായിരിക്കണം. അക്ബർ എന്ന വാക്കിനർത്ഥം ബ്രഹ്മം എന്നാ. ബൃഹദിതി ബ്രഹ്മ. എത്രത്തോളം നിങ്ങൾക്ക് വലുത് ചിന്തിക്കാൻ പറ്റുമോ അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളത് ബൃഹത്താണെന്ത്? ബ്രഹ്മം. അതാണ് അല്ലാഹു അക്ബർ. അതുകൊണ്ട് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ
അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം പരബ്രഹ്മം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് തുല്യമായി. ഇതൊന്നും അറിയാതെ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോഴല്ലേ ഇപ്പം ഇത് കേട്ടത്, ഞാനിവിടെ വന്നുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളിത് അറിഞ്ഞത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും, നമ്മൾ തമ്മിൽ ഒരു ഐക്യത ഉണ്ടാവും. ഇത് വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങൾ, പലരുടെയും കച്ചവടം പൂട്ടും, പലർക്കും ഇതുകൊണ്ട് ഗുണമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്കും പ്രഷർ ഉണ്ടാവും, ഇങ്ങനെയുള്ള വേദിയിൽ പോകാതിരിക്കാൻ ഞങ്ങൾക്കും പ്രഷറുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിക്കേണ്ടതുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിലെങ്കിലും നമ്മളൊന്ന് ഒന്നിക്കണം. അതുകൊണ്ട് ഈ ട്രസ്റ്റിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉസ്താദിൻ്റെ ഒരു നിയമം അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പന, അദ്ദേഹത്തിൻ്റെ ഒരു വസിയത്ത് അങ്ങനെയാണ്. എല്ലാവർക്കും പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് മതം വെച്ചിട്ടല്ല നമ്മൾ സംവദിക്കേണ്ടത്. മതം ശുദ്ധീകരണത്തിനുള്ള ഉപാധിയാണ്. ആ ശുദ്ധീകരണത്തിലൂടെ വേണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. അത് സഹജീവികളുടെ കാരുണ്യമാകണം. എന്നാലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. സ്വീകരിക്കപ്പെടുന്ന അമലുകൾ നമ്മളിൽ നിന്ന് വരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോശത്തരത്തിനും വേണ്ടി നമുക്ക് കള്ളുപിടിക്കാൻ ഒരാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാം അല്ലേ, പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്ന അമലാണെന്ന് എനിക്ക് തോന്നുന്നത്. അമലാന്നൊക്കെ പറയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് തലത്തിൽ വരെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ വ്യഭിചാരത്തിന് പോലും ലൈസൻസ് ഒക്കെ ഉള്ളുണ്ട്. അതിൻ്റെ അർത്ഥമൊക്കെ നല്ല പ്രവൃത്തി ആയതുകൊണ്ട് ഗുണകരമായ പ്രവൃത്തിയേക്കാരം. പക്ഷേ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായിട്ടുള്ള അമലുകളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആവരുത്, അതൊന്നും അല്ലല്ലോ. അപ്പോൾ അത്തരം പ്രവർത്തികളിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്, ആലപ്പുഴയുടെ ഈ വണ്ടാനത്തിൻ്റെ അടുത്ത ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഈ പറയുന്ന മഹറത്തിൽ അല്ലേ, ഒരു ഹലറത്താണ് ഷാദുലിയ എന്നൊക്കെ പറയുന്നത്. ഇത് ഏത് ഹലറത്താണെങ്കിലും ഹലറത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അറിയാലോ. ആ ഹലറത്തിൽ വരാനും പരമ്പരയുടെ കാരുണ്യത്തോടു കൂടി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ആശംസകൾ അറിയിക്കാനും പ്രഭാഷണം നടത്താനും ഒക്കെ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ദൈവം നമ്മുടെ ഈ ഒരു പ്രവർത്തികൾ നല്ല പ്രവർത്തികളായി സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഈ ഒരു പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടട്ടെ. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ മക്കളും കഅബ പുതുക്കിപ്പണിതതിന് ശേഷം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രവൃത്തി, ഈ കല്ലൊക്കെ ഒന്ന് നേരെയാക്കി കഅബ ദേവാലയം ഒന്ന് പൂർണ്ണമാക്കിയപ്പോൾ ദൈവമേ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ ഒരു നല്ല അമലായിട്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കൊച്ചു കല്ലുകൾ പെറുക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ദൈവം നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.